നമസ്കാരം, വെൽക്കം ടു ഗ്രോ ടോക്സ്. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് മിസ്റ്റർ ഗോപിനാഥ് ടി ജി ആണ്. ഇദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സൗണ്ട് എഞ്ചിനീയറിംഗിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വിന്നറുമാണ്. ഇദ്ദേഹത്തിന്റെ ലൈഫ് ജേണിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു, ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹം കണ്ട ഒരുപാട് ഇംപ്രവൈസേഷൻസ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരേണ്ടത്. ഇതാണ് ഇന്ന് അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നത്. നമ്മളുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന കുറച്ച് മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊന്ന് നമുക്ക് കേട്ടു നോക്കാം. സോ ടു ഗോപിനാഥ്. ഗോപി ചേട്ടാ, വെൽക്കം ടു ദി ഗ്രോത്ത് ടോക്സ്. നമസ്കാരം. താങ്ക് യു. സോ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? നമസ്കാരം, എൻ്റെ പേര് ഗോപിനാഥ്. ഞാൻ ആക്ച്വലി അക്കാഡമിക്സ് പ്ലസ് എ ഫ്യൂ അതർ തിങ്സ് ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അക്കാഡമിക്സ് വൈസ് ആഫ്റ്റർ സ്കൂളിംഗ് ഗ്രാജുവേഷൻ ചെയ്തു, വിച്ച് വാസ് ഫിസിക്സ് വാസ് മൈ സബ്ജക്ട്. അതിനുശേഷം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇലക്ട്രോണിക്സ് ചെയ്തു, which was in Cochin University. Then I did post graduation in computers from NIIT. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പൂനെയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത്. ഇതിനോട് പാരലായിട്ട് തന്നെ ഐ വാസ് എ മ്യൂസീഷ്യൻ. ഞാൻ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു, അത്യാവശ്യം പാട്ട് പാടുമായിരുന്നു. അപ്പോൾ ബാൻഡ് ഉണ്ടായിരുന്നു. വി ഹാവ് പെർഫോംഡ് ഓൾ ഓവർ ഇന്ത്യ. ന്യൂഡൽഹിയിലെ വാർ ഓഫ് ദ ബാൻഡ്സ് ഒരു സംഭവമുണ്ട്, ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞിട്ട് 3 ദിവസത്തെ കോമ്പറ്റീഷനാണ്. അപ്പോൾ 50 ബാൻഡ്സ് പ്രൊഫഷണൽ പെർഫോം ചെയ്യുന്ന 50 ബാൻഡ്സ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ വന്ന് 3 ദിവസം പറ്റുന്ന ഒരു വെന്യൂ ആണിത്. അപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് അവിടം വരെ പോയി ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങിച്ച് വന്നിട്ടുള്ള ഒരു ബാൻഡിലെ ലീഡ് ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. ലീഡ് ഗിറ്റാറിസ്റ്റ് I used to do a few backing vocals as well, and I can sing a little bit, so like that. പിന്നെ അത് കൂടാണ്ട് അത്യാവശ്യം മാർഷൽ ആർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, അതായത് പലതിലും കൈ വെച്ചിട്ടുള്ള കൂട്ടത്തിലാണ്. സോ അക്കാഡമിക്സ് ഇസ് വൺ, there are few other things as well. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ. ആൻഡ് ആഫ്റ്റർ ഐ ഫിനിഷ് മൈ എഡ്യൂക്കേഷൻ വിച്ച് വാസ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ 1995, ഐ കെയിം ബാക്ക് ആൻഡ് സ്റ്റാർട്ടഡ് മൈ ഓൺ കമ്പനി ടു മാനുഫാക്ചർ പ്രൊഫഷണൽ ഓഡിയോ സിസ്റ്റംസ് ഇൻ ഇന്ത്യ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റോക്ക് ബാൻഡായിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ പ്രോഗ്രാം ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്ത്യൻ എക്വിപ്മെൻറ്റ് ഒന്നും ഇല്ല. യു ഹാവ് ടു റിലൈ ഓൺ ഇമ്പോർട്ടഡ് എക്വിപ്മെൻറ്റ് ഓൺലി, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച സൗണ്ട് ക്ലാരിറ്റി വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ വല്ലാതെ തോന്നിയപ്പോൾ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ ഭാരതത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ദാറ്റ്സ് വൈ ഐ കെയിം ബാക്ക് ആൻഡ് സ്റ്റാർട്ടഡ് ദിസ് കമ്പനി. ഗ്രേറ്റ്. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് അബൌട്ട് മൈ എഡ്യൂക്കേഷൻ ആൻഡ് വൈ ഐ സ്റ്റാർട്ടഡ് എ കമ്പനി ലൈക്ക് ദിസ്. എന്താണ് ഗോപിചാന്റെ കമ്പനിയുടെ പേര്? എന്തൊക്കെയാണ് മെയിൻ സർവീസസ്? എൻ്റെ കമ്പനിയുടെ പേര് GR അക്കോസ്റ്റിക്സ് എന്നാണ്. ഞങ്ങൾ ബേസിക്കലി വി ഹാവ് എവറിത്തിങ് ഫ്രം R&D ഓൺവേർഡ്സ്. അപ്പോൾ പ്രൊഫഷണൽ ഓഡിയോയിൽ സ്പീക്കർ സിസ്റ്റംസിലാണെങ്കിലും പവർ ആംപ്ലിഫയേഴ്സ് റിലേറ്റഡ് സാധനങ്ങളിൽ വി ഡിസൈൻ എക്വിപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചർ ദം. ഞങ്ങളുടെ പ്രൊഫഷണൽ സ്പീക്കർ സിസ്റ്റംസിൽ ആക്ച്വലി ദർ ആർ കപ്പിൾ ഓഫ് ഡിസൈൻസ് വിച്ച് ആർ പെറ്റന്റ് പെൻഡിങ്. കൊടുത്തിട്ട് കാലം കുറേയെങ്കിലും ഈ പറയുന്ന പല പല ഘട്ടങ്ങളിലൂടെ കടന്ന സമയം ഒരുപാട് എടുക്കുന്നതുകൊണ്ട് ലാസ്റ്റ് ക്ലാരിഫിക്കേഷൻ അയച്ചിട്ട് കുറച്ച് നാളായി. ഇപ്പം വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് ടു കം ത്രൂ വെരി സൂൺ. അപ്പോൾ അതാണ് വൺ ഏരിയ. വി ഓൾസോ ഡു കസ്റ്റമൈസ്ഡ് ഡിസൈനിങ് ഫോർ, കൂടുതലും ചെയ്തിരിക്കുന്നത് ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ലൈക്ക് INS ഗരുഡയിലെ കംപ്ലീറ്റ് അവരുടെ ആ യൂണിറ്റിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്, വയേർഡ് ആയിട്ടുള്ളത്. അവരുടെ സ്പെസിഫിക്കേഷൻ പ്രകാരം ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് വാസ് ഡൺ എ ലോങ് ടൈം അഗോ. ആക്ച്വലി 2010 ഇൻസ്റ്റാൾ ചെയ്തതാണ്. വിച്ച് ആക്ച്വലി വർക്ക്സ് 24 hours a day. യു കാൻ സ്വിച്ച് ഇറ്റ് ഓഫ്. അപ്പം ഇത്രയും കാലം അത് ഓടിയിട്ടുണ്ട്. അതിപ്പം അപ്ഗ്രേഡ് ചെയ്യാനുള്ള, അത് മാറ്റി വേറെ ചെയ്യാനുള്ള ഒരു ഐഡിയ അവർ ഇട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ അവരുടെ റിക്വയർമെൻറ്റ് ഹാസ് ഗോൺ വേ അബവ് വാട്ട് വാസ് ഇനീഷ്യലി ദേർ. അവരുടെ പുതിയ സ്ക്വാഡ്രൻസ് വരുന്നു, ബിൽഡിങ്സ് വരുന്നു, പലതും വരുന്നു. അപ്പം അതിനിപ്പോൾ അടുത്ത 2 വർഷം എടുക്കും. INS വിക്രമാദിത്യ ഫ്ലൈറ്റ് ഡെക്കിലുള്ള ഓഡിയോ റിസെപ്റ്റേഴ്സ് മുതൽ മേലെ റെക്കോർഡിങ്, അതായത് നമ്മുടെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ പോലെ തന്നെ ഇവർക്ക് ബ്രിഡ്ജിൽ ഒരു വോയിസ് റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ട്, മൾട്ടിപ്പിൾ മൈക്രോഫോൺസ് വെച്ചിട്ട്. അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള സാധനമാണ്. അപ്പം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നുണ്ട്.
that is a small part. Mainly we are into audio systems for professional audio and domestic വീട്ടിൽ പാട്ട് കേൾക്കാനും അതേസമയം സിനിമ കാണാനുള്ള ഓഡിയോ സിസ്റ്റംസ് നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് ഉണ്ട് വിച്ച് ആർ വെരി ഗുഡ് ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് ആൻഡ് വെരി ഇക്കണോമിക്കൽ കമ്പയർഡ് ടു ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് ആസ് എ കമ്പനി. ഈ പ്രോഡക്ട്സ് എല്ലാം എവിടെയാണ് അവൈലബിൾ മാർക്കറ്റ് പ്ലേസിൽ? ഞങ്ങൾ ആക്ച്വലി ആസ് ഓഫ് നൗ വി ഹാഡ് സ്റ്റാർട്ടഡ് മാനുഫാക്ചറിങ് ഓൺ എ പ്രോപ്പർ സ്കെയിൽ ഇൻ 2016-17. അപ്പോൾ നമ്മൾ കുറച്ച് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഡീലർഷിപ്പ് അങ്ങനെ ചെയ്ത് വന്ന സമയത്താണ് നമുക്ക് ആ ഫ്ലഡിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നിട്ട് കുറേ പ്രശ്നമുണ്ടായി. ദെൻ ആഫ്റ്റർ ദാറ്റ് വെൻ കൊറോണ കെയിം ഇൻ വി ആക്ച്വലി സ്റ്റോപ്പ് കംപ്ലീറ്റ്ലി. പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ പ്രോജക്റ്റ് വൈസ് ആണ് മാനുഫാക്ചറിങ് ചെയ്യാറുള്ളൂ. അപ്പോൾ വരുന്ന പ്രോജക്റ്റിന് എന്തോ ഒരു സാധനം ആവശ്യമുണ്ടോ അതേ നമ്മൾ എടുക്കാറുള്ളൂ. നൗ ദിസ് ഇയർ വി ആർ പ്ലാനിങ് എ പ്രോപ്പർ സെറ്റപ്പ് wherein we can cater to proper manufacturing and then sales through dealers. അങ്ങനെയുള്ളതാണ് നമ്മൾ ഇനി അടുത്ത ഒരു വർഷം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. It's totally indigenous? Yes, the designs are totally indigenous. പിന്നെ നമ്മൾ ഇതിന് സ്പീക്കർ സിസ്റ്റം ആണെങ്കിലും the main thing is the cabinet design. അതിലാണ് ഏത് സ്പീക്കർ ആണെങ്കിലും അതിൻ്റെ ക്യാബിനറ്റിൻ്റെ ഡിസൈൻ അനുസരിച്ചുള്ള ശബ്ദമാണ് വരിക. അപ്പോൾ ആ ഡിസൈൻസ് ആണ് നമ്മളുടെ ഒരു മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത്. കോമ്പണൻസ്, സ്പീക്കർ കോമ്പണൻസ് ഓൾമോസ്റ്റ് ഓൾ ആർ ഇമ്പോർട്ടഡ് ആസ് ഓഫ് നൗ ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദി ടെക്നോളജി ടു മാനുഫാക്ചർ ഇറ്റ്. മോസ്റ്റ് ദി ഇന്ത്യൻ കമ്പനീസ് ദാറ്റ് മാനുഫാക്ചർ സ്പീക്കേഴ്സ് ഹാവ് സം ഇഷ്യൂസ് വെൻ വി ആർ കൺസേൺ. ഞങ്ങളുടെ സ്പെസിഫൈഡ് മെഷർമെൻറ്റ്സ് എല്ലാം കിട്ടില്ല. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നതെല്ലാം ഇമ്പോർട്ടഡ് കോമ്പണൻസ് ആണ്. ഗോട്ട് ഇറ്റ്. നമുക്കിനി നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗോപിചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ച് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എന്താണ് ഒരു കുറവുള്ളത്? ബിക്കോസ് ഇവിടെ ഒരു ചേഞ്ച് വേണം അല്ലെങ്കിൽ ഒരു ഇംപ്രൂവൈസേഷൻ വേണം എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് ആദ്യം അനലൈസ് ചെയ്യാം. വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് വൈ വി നീഡ് എ ചേഞ്ച്? ഓക്കെ, വെൻ വി ടോക്ക് അബൌട്ട് എഡ്യൂക്കേഷൻ അതിന് വലിയ ചേഞ്ച് വേണമെന്ന് എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ അത്യാവശ്യം പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചിട്ടുള്ളതാണ്, ടോപ്പറായിട്ടാണ് പാസ്സായിരിക്കുന്നത്. ഈവൻ കൊച്ചി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അന്നത്തെ UGC ഡയറക്റ്റ് ഗ്രാൻറ്റിൽ നടക്കുന്ന ഒറ്റ സ്ഥാപനമാണ് അന്നത്തെ കാലത്ത്. NIT എന്ന് പറയുന്നത് അന്ന് 80s കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ NIT ആണ് ഇന്ത്യയിൽ. അപ്പം അതിൽ ടോപ്പറായിരുന്നു. ആൻഡ് FTI ഞാൻ പഠിക്കുന്ന സമയത്ത് ഏഷ്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ടേംസ് ഓഫ് ഫിലിം എഡ്യൂക്കേഷനാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. അവിടെയൊക്കെ പഠിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ ഐ ഹാവ് അനലൈസ്ഡ് certain things about education. So let us start with what education is supposed to do. Yes. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ഒരു നോർമലി എന്ത് കണ്ടാലും എന്താണ് എന്ന് ചോദിക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ചുറ്റുമുള്ള കിട്ടുന്ന ഡാറ്റ മുഴുവൻ ശേഖരിച്ച് സ്വയം അനലൈസ് ചെയ്ത് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക, അത്തരത്തിലുള്ളൊരു വ്യക്തിയായിട്ട് മാറ്റുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനെല്ലാം വളരെ ചെറുപ്പത്തിൽ എന്ത് കണ്ടാലും അതെന്തുട്ടാ, ഇതെന്തുട്ടാ, അതെങ്ങനെയാ, ഇതെങ്ങനെയാ എന്ന് ചോദിച്ച് നടന്നിരുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ ജിജ്ഞാസയാണ്, ക്യൂരിയോസിറ്റി. ആക്ച്വലി ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് അടങ്ങിയത് എപ്പോഴാണെന്നറിയോ? സ്വയം ഉത്തരം കണ്ട സ്കൂളിൽ ചേർന്നപ്പോൾ. ഡോണ്ട് ബി ഓവർ സ്മാർട്ട്, ഷട്ട് അപ്പ്, സിറ്റ് ക്വയറ്റ്. ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടിയിരുന്ന ഉത്തരങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നമ്മളെന്തെങ്കിലും നമ്മളോട് പറഞ്ഞതല്ലാതെ നമ്മളെന്തെങ്കിലും തിരിച്ച് ചോദിച്ചാൽ യൂഷ്വലി ഇതാണ് ഉത്തരം. ഡോണ്ട് ബി ഓവർ സ്മാർട്ട്, പറഞ്ഞത് പഠിച്ചാൽ മതി, ഇതാണിപ്പോൾ പഠിക്കേണ്ടത്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്യുവർ അക്കാഡമിക്സ് ഓൺ എ ലെയ്ഡ് ഔട്ട് ഫോർമാറ്റ്. ഇന്നൊരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിൽ ഇന്ന അക്കാഡമിക്കലി ഇന്ന സാധനം നിങ്ങൾ പഠിച്ചിരിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഓർമ്മ വെച്ചിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പഠിക്കുക ഈസ് എ ഡിഫറെൻറ്റ് തിങ്, ഓർമ്മയിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ആദ്യമായിട്ട് ഒരു മനുഷ്യന് വേണ്ട സ്കിൽസ് എൻ്റെ ഒരു ഇതിൽ 3 ഡിവൈഡ് ചെയ്യാം. അതിലൊന്നാണ് അക്കാഡമിക് സ്കിൽസ്. അക്കാഡമിക്സിലൂടെ നിങ്ങൾക്ക് കിട്ടാവുന്ന നോളജാണത്. So you call it academic skills.
അടുത്തത് എന്ന് പറയുന്നത് സോഷ്യൽ സ്കിൽസ് ആണ്. ഒരു സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ പെരുമാറണം, എന്തൊക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതിനകത്താണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം വരുന്നത്. ഇത് എല്ലാവർക്കും ഉണ്ടാവില്ല, പക്ഷെ ദോസ് കം അണ്ടർ സോഷ്യൽ സ്കിൽസ്. സോഷ്യൽ സ്കിൽസ് വളരെ കുറവുള്ള ആൾക്കാർക്ക് കൂട്ടുകാരൊന്നും ഉണ്ടാവില്ല. അയാളെ സമൂഹത്തിൽ എല്ലാവരും ആള് വേണ്ടട്ടാ എന്ന് പറയും, ആളെ വിളിക്കണ്ടട്ടാ എന്ന് പറയും. അപ്പോൾ അത് പ്രശ്നം എന്താ വെച്ചാൽ അയാൾ ചീത്ത മനുഷ്യനായതുകൊണ്ടായിരിക്കില്ല. ഹിസ് സോഷ്യൽ സ്കിൽസ് ആർ നോട്ട് അക്സെപ്റ്റബിൾ ടു ദി സൊസൈറ്റി അറൗണ്ട് ഹിം. ഓക്കെ, ദെൻ കംസ് അനദർ സ്കിൽ കോൾഡ് ലൈഫ് സ്കിൽസ്. അതെന്താ സംഭവം? ജീവിക്കാൻ വേണ്ട സാധനം. ഓക്കെ, അതായത് അവനവൻ ജീവിക്കുന്ന ഭൂമിയിലെ പ്രകൃതിയുമായിട്ട് എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്താൽ ഫ്യൂച്ചർ ജനറേഷനിലേക്ക് ഈ ഭൂമി നന്നായിരിക്കും, ഒരു സാഹചര്യത്തിൽ പെട്ടുപോയാൽ എന്ത് തിന്നാം എന്ത് തിന്നരുത്, വെള്ളം കിട്ടിയില്ലെങ്കിൽ എവിടെ നിന്ന് വെള്ളം കിട്ടാം, അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ ചത്തുപോവോ, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെയാണ് ലൈഫ് സ്കിൽസിൽ വരുന്നത്. നൗ യു ടെൽ മീ ഇൻ സീക്വൻസ് ഓഫ് ഇമ്പോർട്ടൻസ്, ഹൗ വിൽ യു പ്ലേസ് 3 of these? ലൈഫ് സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, അക്കാഡമിക്സ്. കറക്റ്റ്. ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെന്തുണ്ടായിട്ടും കാര്യമില്ല. സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി മനസ്സിലാവണമെങ്കിൽ നമ്മളുടെ ഏത് സ്റ്റേറ്റോ കൺട്രിയോ എന്ത് വേണമെങ്കിൽ എടുത്തോ, കൺട്രി ഇപ്പോൾ കുറച്ചുകൂടി ഭേദമാണ്, എന്നാലും പറയുകയാണ്, ഭരിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ അവർക്ക് എന്തൊക്കെ സ്കില്ലുണ്ടെന്ന് നോക്കാം. ലൈഫ് സ്കിൽസ് മിക്കവാറും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അവരെയൊക്കെ ഒരു ഐസൊലേറ്റഡ് പ്ലേസിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് വരുമെന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. ബിക്കോസ് ദേ ഹാവ് പീപ്പിൾ ടു ഡു ദാറ്റ് ഫോർ ദം. ഓക്കെ, അപ്പോൾ ഒരു ഫാമിൻ വന്നാൽ അവർക്കുള്ള ഭക്ഷണം ഓൾറെഡി അവിടെ ഉണ്ട്. അവർക്ക് ഇത് തേടിപ്പിടിക്കുകയോ പയറ്റേണ്ട ഗതികേട് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ലൈഫ് സ്കിൽസ് കുറവായിരിക്കും. അതേസമയം അക്കാഡമിക്സ് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ലല്ലോ ഭരിക്കുന്നത്, അപ്പൊ അവർക്ക് അതും ആവശ്യമില്ല. ബട്ട് ദേ ഹാവ് വെരി ഗുഡ് സോഷ്യൽ സ്കിൽസ്. ഒരു സമൂഹത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എന്ത് പറഞ്ഞ് ആൾക്കാരെ പാട്ടിലാക്കാം, എങ്ങനെ വോട്ട് വാങ്ങിക്കാം, എങ്ങനെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പച്ചക്കള്ളം പറയാം, പറഞ്ഞ സാധനം ചെയ്തില്ലെങ്കിൽ അതിനെ എങ്ങനെ ന്യായീകരിക്കാം, എന്നിട്ടും തിരിച്ച് വീണ്ടും വോട്ട് മേടിക്കാം, ഇങ്ങനെയുള്ള സോഷ്യൽ സ്കിൽസ് മൊത്തം അവർ മിടുക്കന്മാരാണ്. അതുകൊണ്ടാണ് അവിടെ ഇരുന്ന് ഭരിക്കുന്നത്. ഓക്കെ, അക്കാഡമിക് സ്കിൽസ് വേണോ വേണ്ടേ എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു. ഓക്കെ, ഇഫ് യു ആർ ഇൻ naturally blessed environment where you don't need anything extra in terms of academics, you learn how to manage that to make it profitable, to make it sustain. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ നല്ല കൃഷി മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്ത് ജീവിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കാഡമിക്സ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് മരിച്ചു പോകും. വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്? മനസമാധാനം വേണം, സന്തോഷം വേണം. ഇത് അക്കാഡമിക്സിൽ നിന്ന് കിട്ടില്ല, കാശിൽ നിന്ന് കിട്ടില്ല. ഇത് കിട്ടാനായിട്ട് മനുഷ്യൻ ആദ്യം അവനവനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സാധനം കിട്ടുള്ളൂ. പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനമല്ല, ടെക്നോളജി കൊണ്ട് വാങ്ങാൻ പറ്റുന്ന സാധനമല്ല. അപ്പോൾ അക്കാഡമിക് സ്കിൽസ് വേണോ വേണ്ടേ എന്നുള്ളത് വളരെ ഡിബേറ്റബിൾ ആണ്. ഓക്കെ, പക്ഷെ ഇന്ന് ഫോഴ്സ്ഫുള്ളി കൊടുക്കുന്നത് അക്കാഡമിക്സ് ആണ്. അതാണ് അതിന്റെ ഞാൻ പറഞ്ഞു വരുന്നത്. നൗ എഡ്യൂക്കേഷൻ, when you say education, it only means academics. Now you are spending the best part of a child's life in forcibly feeding something which may not be required for them. ഇതിലൊരു കഥയുണ്ട്. ആക്ച്വലി നമ്മുടെ കൂട്ടത്തിലൊരു ആചാര്യൻ പറയുന്നതാണ്. ഒരു കടത്ത് കടക്കാനായിട്ട് ഒരു പണ്ഡിതൻ കൺട്രി വോട്ടിൽ കയറിയിട്ട് പോകുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾക്ക് എഴുത്തും വായനയും അറിയോ? ഇല്ല, എനിക്കറിയില്ല അമ്പ്ര. ഓ, നിന്റെ ജീവിതത്തിൻ്റെ കാൽഭാഗം പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു, നീ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? ഇല്ല അമ്പ്ര, നിന്റെ ജീവിതത്തിൻ്റെ പകുതിയും പോയി. കുറച്ച് കഴിഞ്ഞ് ഇദ്ദേഹം ചോദിക്കുന്നത്, സംസ്കൃതം അറിയോ? ഇല്ല അമ്പ്ര, നിന്റെ പകുതി ജീവിതത്തിന്റെ മുക്കാഭാഗം പോയി. ഇതൊക്കെ പറഞ്ഞ് ഇത്രയും ആയപ്പോഴത്തേക്ക് നല്ല കാറ്റും കോളും വരുന്നുണ്ട്. അപ്പോൾ ഈ വഞ്ചിക്കാരൻ ചോദിക്കും ഇദ്ദേഹത്തോട്, എംബറ നീന്താ അറിയോ? ഇല്ല, എനിക്ക് നീന്താ അറിയില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവനും പോയി.
അപ്പോൾ ലൈഫ് സ്കിൽസ് ആർ എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു അക്കാഡമിക്സ്, അക്കാഡമിക്സ് ആണല്ലോ നമ്മളിപ്പോൾ നിർബന്ധമായിട്ടും വേണമെന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ചൊല്ലുണ്ട്. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു എന്താ പറയുക, ഒരു ക്ലാസ് എടുക്കാൻ വന്ന ഒരു വ്യക്തി പറഞ്ഞ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് മൈ കോട്ട്, ബട്ട് ഇറ്റ്സ് എ വെരി റിലവൻറ്റ് തിങ്. ദ റിലേഷൻ ബിറ്റ്വീൻ അക്കാഡമിക് ബ്രില്യൻസ് ആൻഡ് ഫ്യൂച്ചർ സക്സസ്. അക്കാഡമിക് ബ്രില്യൻസ് ആൻഡ് ഫ്യൂച്ചർ സക്സസ്. A, B, C, D grades ഉണ്ട്. A graders are the toppers, B graders fall below that, C graders are pass mark holders, D graders are those who fail. Yes. Now most the A graders proceed to work under B graders. Okay. Now C graders own most the business. അവർക്ക് തോക്കാണ്ടെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, വലിയ മാർക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ ഫാമിലി ബിസിനസ് ഏറ്റെടുത്തൊക്കെ നടത്തിയാൽ മതി. സോ സി ഗ്രേഡേഴ്സ് ഓൺ മോസ്റ്റ് ദ ബിസിനസ്. ഡി ഗ്രേഡേഴ്സ് ഡെഡിക്കേറ്റ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ടു ദ നേഷൻ. പാലം പണി കഴിഞ്ഞാൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ ഡി ഗ്രേഡേഴ്സ് ആ വരിക. അപ്പൊ എന്തുണ്ടായി? വാട്ട് ഹാപ്പൻഡ് ടു ദി അക്കാഡമിക് ബ്രില്യൻസ്? എഴുതി തള്ളിയ, സ്കൂളിൽ എഴുതി തള്ളിയ ആൾക്കാരാണ് പിന്നീട് ദേ കോൾ ദ ഷോട്ട്സ്. യെസ്, ഇറ്റ്സ് ബിക്കോസ് ലൈക്ക് അവര് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അക്കാഡമിക്സിൽ അവർക്ക് പെർഫോം ചെയ്യാതെ വന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യണമല്ലോ ലൈഫിൽ. പതിയെ പതിയെ മറ്റുള്ള മേഖലകളിൽ പെർഫോം ചെയ്ത് അവർ പൊളിറ്റീഷ്യനായി അല്ലെങ്കിൽ അഗൈൻ IAS ആയി, അങ്ങനെ ദേ സ്റ്റാർട്ട് റൂളിങ് ദ കൺട്രി. നോ, അത് ദാറ്റ് ഈസ് വൺ ആസ്പെക്ട് ഓഫ് ഇറ്റ്. നൗ ഐ വിൽ ടെൽ യു വൈ. നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ പോയിട്ട് ഹെഡ് മാസ്റ്റർ ഹെഡ് മിസ്ട്രസിനെ കണ്ടിട്ട് ഈ സ്കൂളിലെ ഹൈസ്കൂളിൽ എടുത്തോളൂ, ഏറ്റവും നല്ല സ്റ്റുഡൻറ് ആരാണ് എന്ന് ചോദിച്ചാൽ അവര് നിങ്ങളെ കാണിച്ചു തരിക ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കുന്ന, തിരിച്ച് ചോദ്യം ചോദിക്കാതെ പറയുന്നതനുസരിക്കുന്ന, എഴുതുന്നതെല്ലാം കാണാപ്പാഠം പഠിക്കുന്ന, പറയുന്ന എല്ലാ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന കുട്ടിയാണ് കാണിച്ചു തരിക. സംശയമുണ്ടോ? That's true. അല്ലേ? ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം കഴിയുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ മനസ്സിൽ ധാരണ എന്താണെന്ന് വെച്ചാൽ പറയുന്നത് കേൾക്കുന്നവനാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾ പറഞ്ഞ് കേട്ട് ശീലമുള്ള ആൾക്ക് ലീഡ് ചെയ്യാൻ പറ്റുമോ അതോ കീഴേ നിൽക്കാൻ പറ്റുമോ? അതേ പറ്റൂ. അപ്പൊ അക്കാഡമിക്കലി ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടി എങ്ങനെ ഒരു ലീഡ് ചെയ്യും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ മാത്രം ചെയ്ത് ശീലിച്ച ഒരു കുട്ടിക്ക് എങ്ങനെ അങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റും? വെരി ടഫ്. It is extremely difficult. Yes. Now we have a problem. The കാഴ്ചപ്പാട് എന്ന് പറയുന്ന സാധനം ഒരു പ്രശ്നമാണ്. അപ്പൊ എന്താണ് ഒരു നല്ല കുട്ടിയെന്ന് ഗേജ് ചെയ്യാൻ അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ട്. Now when you look at education, you can't say you do this and this only. നമ്മൾ ഒരു ഇപ്പൊ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യണം, ഇന്നതാണ് പഠിക്കേണ്ടത്, ഇന്നതാണ് ചോദ്യം, അതിനുത്തരം നിങ്ങൾ പഠിക്കണം. അപ്പോ ആ സീൻ മാറ്റിയിട്ട് ഞാൻ പറയുന്നത് ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 10-25 പിള്ളേരെ വിളിച്ചിരുത്തിയിട്ട് നമ്മളൊരു സെനാരിയോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ, ലുക്ക് അറ്റ് ദിസ്, നൗ യു ടെൽ മീ വാട്ട് ഓൾ ക്യാൻ ഗോ റോങ്, ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവാം. ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ കേസ് എടുത്തു, നമ്മളൊരു പ്രത്യേക ഒരു സ്ഥലം എടുത്തിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ, യു ടെൽ us what can go wrong എന്ന് പറഞ്ഞാൽ ഈ പിള്ളേര് will come up with umpteen things that you never thought. Now ഇതിന് എന്താ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ആക്ച്വലി ഇവർ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ല, മെഡിസിൻ പഠിച്ചിട്ടൊന്നുമില്ല, ബട്ട് ചിൽഡ്രൻ വിൽ കം അപ്പ് വിത്ത് സൊല്യൂഷൻ യു നെവർ തോട്ട് ഓഫ്. ആ ഡയറക്ഷനാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പഠിച്ച് ഇന്നതിന് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സെറ്റ് മനസ്ഥിതി നമുക്ക് വന്നുപോയി. പിള്ളേർക്ക് അതില്ലാത്തതുകൊണ്ട് പിള്ളേര് പല വഴിക്ക് ചിന്തിക്കും. Now the difference between an animal and a human. When an animal is born, it already has an operating system installed. ഒരു താറാവുംകുട്ടീനെ പിടിച്ച് വെള്ളത്തിലിട്ടാൽ അത് നീന്തിപ്പോവും. പശുക്കിടാവ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് അറിയാം അകട് കുടിക്കാനായിട്ട്. അതേസമയം ഒരു മനുഷ്യക്കുട്ടിയെ വെള്ളത്തിലിട്ടാൽ മിക്കവാറും മുങ്ങിപ്പോവും. അതിന് മുല കുടിക്കണമെന്ന് അറിയില്ല, അപ്പൊ അതിനെ കൊണ്ടുപോയി മുല കുടിക്കണം. അപ്പം ഇറ്റ് ഈസ് എ ബ്ലാങ്ക് കമ്പ്യൂട്ടർ വിതൗട്ട് an OS, with the capacity to install whatever. അപ്പോ അതിന്റെ മനസ്സിലേക്ക് വളർന്നു വരുന്ന ചെറിയ പ്രായത്തിൽ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതനുസരിച്ചാണ് അത് ഓപ്പറേറ്റ് ചെയ്യുക. അത് ഏത് ലെവല് വരെ കൊടുക്കും എന്നുള്ളത് പ്രൈമറിലി മാതാപിതാക്കളും ബേസിക് എഡ്യൂക്കേഷനുമാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് കാഴ്ചപ്പാട് മാതാപിതാക്കളായിക്കോട്ടെ
ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഈ പറയുന്ന ബേസിക് എഡ്യൂക്കേഷൻ നൽകുന്നതെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും അവര് എന്താണോ ശരിയെന്ന് വിചാരിച്ച് വന്നത് അതനുസരിച്ചിട്ടാണ്. അവർക്ക് എന്താണോ സിലബസ് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഒരു കുട്ടിയെ അതിൽ നിന്നും മാറ്റി വളർത്താൻ ഇവർക്ക് ആർക്കും പറ്റൂല. സമയമില്ല എന്നുള്ളതല്ല, ദേ വോണ്ട്. ഐ ടെൽ യു വാട്ട്, നമ്മളോട് സ്കൂളിൽ പഠിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ, നീ തോറ്റാൽ നീ കൂലിപ്പണിക്ക് പോകണം. നീ ഇത്തിരി മാർക്ക് മേടിച്ച് പാസ്സായാൽ നിനക്ക് ഇന്ന കമ്പനിയിൽ പ്യൂണിന്റെ പണി കിട്ടും. നീ നല്ല മാർക്ക് വാങ്ങിച്ചാൽ മാനേജർ ആവാം. ഇഫ് യു ആർ എക്സലന്റ് ഇന്ന ടോപ്പ് കമ്പനിയിൽ ഇന്ന ജോലി, നിനക്കൊരു CEO ലെവൽ വരെയൊക്കെ എത്താം. എന്തുകൊണ്ടാണ് ഒരു അധ്യാപകരും ഇഫ് യു ആർ ദ ബെസ്റ്റ് യു ക്യാൻ ബി ദ നെക്സ്റ്റ് ടാറ്റ, പോട്ടെ അതൊന്നും വേണ്ട, യു ക്യാൻ സ്റ്റാർട്ട് സംതിങ് ടു ഗീവ് ജോബ് ടു 100 പീപ്പിൾ എന്ന് ഒരാളും പറയാത്തതിന്റെ കാരണം എന്താണ്? അതാണ് അവരുടെ മെന്റൽ ബ്ലോക്ക്. അതെ, അവർ അത്രയും ദൂരം കാണുന്നില്ല, അവർക്കത് ചിന്തിക്കാനുള്ള ആത്മധൈര്യം ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. മനസ്സിലായി? അപ്പോ ആ കാഴ്ചപ്പാട് മാറാതെ ഇതൊന്നും മാറൂല. പാരന്റ്സിന് പേടിയാണ് പിള്ളേരെ വഴിവിട്ട് മാറ്റാൻ. അപ്പൊ അതുകൊണ്ട് ആക്ച്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം പിള്ളേർക്ക് വരണമെങ്കിൽ അവർ സ്വയം ഡെവലപ്പ് ചെയ്യാനുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള സാഹചര്യമാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഗൈഡൻസും സാഹചര്യവും. അല്ലാതെ നീ ഇന്നത് ചെയ്യണം എന്ന് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. കാരണം വിദ്യാഭ്യാസം എന്നല്ലേ പറയണത്, വിദ്യാഭ്യാസം. അസ്ത്രവിദ്യ പഠിച്ചാൽ വിദ്യാഭ്യാസം ആവോ? അതും ഒരു വിദ്യയാണല്ലോ. എക്സാക്ട്ലി. നിങ്ങൾ കാട്ടിൽ പെട്ടുപോയി, അസ്ത്രവിദ്യ അറിയാന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് പുലിയെ വരെയും അമ്പ് ചെയ്ത് കൊന്ന് തിന്നാനുള്ള അവസ്ഥ ഉണ്ടാവും. അതൊരു വിദ്യയാണ്. ഇതേപോലെ എന്ത് പഠിച്ചാലും അത് വിദ്യാഭ്യാസമാണ്. ഇവിടുത്തെ അവസ്ഥ എന്താ? അക്കാഡമിക്സ് വായിച്ച് പഠിച്ചാൽ മാത്രം അവന് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ. പക്ഷെ ഈ വിദ്യാഭ്യാസം ഉള്ള അവനെ കൊണ്ട് പലപ്പോഴും ഉപദ്രവം ഉണ്ടാവണം. ഇത് എവിടെ എങ്ങനെ ഉപയോഗിക്കണം ഒന്നും അറിയില്ല. പഠിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ പഠിച്ചിട്ടുണ്ട്, M.Tech പഠിച്ചിട്ടുണ്ട്, PhD എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബേസിക്സ് അത് ആപ്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെ? നമ്മുടെ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ കൊടുത്താൽ അതിന് പറ്റിയ ഡിസൈൻ വരച്ച് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി അതിന്റെ ബോട്ടിൽ നെക്സ് തീർത്ത് മാനുഫാക്ചറിംഗിൽ വിടുന്നവനാണ് എഞ്ചിനീയർ. ഇവിടുത്തെ എഞ്ചിനീയേഴ്സിന് എന്തെങ്കിലും പറഞ്ഞാൽ വരച്ചു കൊടുക്കുക, അതിൽ അപാകതകൾ ഉണ്ടാക്കണം തീർക്കണം. അതായത് എന്റെ സ്ട്രക്ചറിലെ അപാകത മേസ്തിരി തീർത്തോളണം എന്നുള്ള അവസ്ഥയിലാണ് പലരും. അതാണ് അതിന്റെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ദി അക്കാഡമിക്സ് ഈസ് അബൌട്ട്. അപ്പൊ അക്കാഡമിക്സിനോടുള്ള ഒരു ഓവർ എംഫസിസ് ഓൺ അക്കാഡമിക് ലേണിംഗ്, നൗ ദാറ്റ് ആക്ച്വലി ഡിസ്ട്രോയ്സ് ദ ബേസ് ഓഫ് ബീയിങ് ഹ്യൂമൻ. Okay, now the issue is a basic human tendency എന്ന് പറയുന്നത് is to ask questions and find answers to whatever doubts that come to your mind. അതാണ് ഒരു ബേസിക് ഹ്യൂമൻ ടെൻഡൻസി. അപ്പൊ അതിന് ഒരു ഇൻഡിവിജ്വലിന് ഫ്രീഡം വേണം, സ്പേസ് വേണം സ്വന്തമായിട്ട് ചിന്തിക്കാൻ. നമ്മൾ അത് കൊടുക്കുന്നില്ല. നമ്മൾ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള സ്പേസിനകത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് ഇർറെലവന്റ് ടു ദാറ്റ് പേഴ്സൺസ് ലൈഫ്. ഇനി വേറൊരു പ്രശ്നം, ഞാൻ ഈ പറഞ്ഞ പോലെ പലപ്പോഴും സബ്ജക്റ്റ് സൗണ്ട് എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള ഏതെങ്കിലും മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സെമിനാറിനോ ക്ലാസ്സിനോ വർക്ക്ഷോപ്പിനോ ഒക്കെ വല്ലപ്പോഴൊക്കെ പോകാറുണ്ട്. എനിക്ക് സമയത്തിന്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ അധികം എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് പറയും ഇന്നിപ്പം ഇലക്ട്രോണിക്സ്, ബേസിക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനമായിരിക്കും എടുക്കുന്നത്. ചില സമയത്ത് പറയും സൗണ്ടിന്റെ ക്ലാസ് ആണ് എടുക്കേണ്ടത്, ചില സമയത്ത് മിക്സിനെ കുറിച്ചാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതേപോലെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പം ഞാനത് നേരത്തെ കൂട്ടി ചോദിച്ച് അത് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഡോക്യുമെന്റേഷൻ സാധനം കൊണ്ടല്ല ഞാൻ ഒരിക്കലും ഒരു സാധനവും ഈ പറഞ്ഞ പോലെ റെഫർ ചെയ്യാൻ കൊണ്ടുപോകാറില്ല, റെഫർ ചെയ്യാറില്ല. ഞാൻ അവിടെ ചെല്ലുന്നു, സബ്ജക്റ്റ് ഇന്നതാണെന്ന് പറയുന്നു, ആ സബ്ജക്റ്റിനെ കുറിച്ച് പിള്ളേർക്ക് ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഒരിക്കലും ബുക്കിൽ എഴുതിയിരിക്കുന്ന കോട്ട് ചെയ്യാറില്ല. ഞാൻ സാധാരണ സബ്ജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ. 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ പോലും നാളെ എടുക്കേണ്ട ക്ലാസ് ഇന്ന് ഇരുന്ന് റെഫർ ചെയ്ത് ഇന്നതൊക്കെ അല്ലേന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ടാണ് പോണത്. എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് ഗോപി ചേട്ടാ, ഈ പ്രോസസ്സിൽ ഇപ്പോൾ ഇതൊരു പ്രോസസ്സാണല്ലോ ബേസിക്കലി. ഇപ്പോൾ
എവറി ഡേ ഓരോ ദിവസം പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയ്ക്ക് കുറച്ച് സമയം ഉണ്ടാവുമായിരുന്നു, അല്ലെങ്കിൽ അച്ഛന് കുറച്ച് സമയം ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു കുട്ടികളെന്നുള്ള നിലയിൽ നമുക്ക് കളിക്കാനും സംശയങ്ങൾ വരാനും വീഴാനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്ന് എവറി പേരൻറ്റ്, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ നിൽക്കുമ്പോൾ എനിക്ക് ജോബ് അന്വേഷിച്ച് കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. യു വോണ്ട് ബിലീവ്, ഞാൻ ഒരു ജോബ് പോസ്റ്റ് ഇട്ടിട്ട് എനിക്ക് 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ 2000 ആപ്ലിക്കേഷൻ വന്നത് ടീച്ചർ ജോബായിരുന്നു. അപ്പോൾ അത്രയും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ജോബാണ് ഈ ടീച്ചേഴ്സിൻ്റെ ജോബ്. മീൻസ് അവർ വെരി ലോ പെയ്ഡ്, വെരി ലോഡഡ് വിത്ത് വർക്ക്, അതാണ് അവർ ചെയ്യുന്നത്. ആ ടീച്ചേഴ്സ് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഈ കുട്ടികളെ പഠിപ്പിക്കണം, അതിൻ്റെ കൂടെ പേരൻസ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഫ്രെയിം വർക്കിലാണ് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ 24 മണിക്കൂർ എങ്ങനെ കഴിച്ചു കൂട്ടാം എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ആലോചിക്കുന്നത്. രാവിലെ പേരൻസ് പോകുമ്പോൾ സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം ഡേ കെയറിൽ പോകുന്നു, തിരിച്ചു വരുന്നു, കുറച്ച് നേരം TV കാണുന്നു, കുറച്ച് നേരം ഹോംവർക്ക് ചെയ്യുന്നു, നാളത്തേക്കുള്ള ഹോംവർക്ക് കഴിഞ്ഞാൽ ദേ ആർ പ്രിറ്റി ഹാപ്പി, ഹീ ഈസ് റെഡി ഫോർ നെക്സ്റ്റ് ഡേ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മളീ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അവർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ദേ വിൽ ബ്ലോക്ക് ദെംസെൽവ്സ്. ഈ പറയുന്നതൊക്കെ എങ്ങനെ നടക്കും, പ്രാക്ടിക്കലി ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് പോവുകയും ചെയ്യും. ഇതിനെ നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് മനസ്സിലായിട്ട് ഇതിലേക്ക് ഒരാൾ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ വേർ ക്യാൻ വി റെക്കമെൻഡ് ഹിം ടു സ്റ്റാർട്ട് വിത്ത്? പ്രൈമറിലി ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്രശ്നത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാം എന്ന് തീരുമാനിച്ചാൽ ആ സബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് ഫണ്ടമെൻ്റൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതെ, പലപ്പോഴും പ്രശ്നം അവിടെയാണ്. ഓക്കെ, നൗ ടീച്ചിങ് പെർ സെ ഇസ് നോട്ട് എ ജോബ്. ടീച്ചിങ് ഇസ് നോട്ട് എ ജോബ്, ബട്ട് വി ടേക്ക് ഇറ്റ് ആസ് എ ജോബ് ടു ഏൺ എ ലിവിങ്, ടു ഏൺ എ ലിവിങ്. ഓക്കെ, നൗ ദർ ഈസ് എ പ്രോബ്ലം വിത്ത് ദാറ്റ്. എവറിബഡി കനോട്ട് ബി ടീച്ചേഴ്സ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന സബ്ജക്റ്റ് ഞാൻ ഇത്രേ പഠിച്ചിട്ടുണ്ട്, സോ ഐ എം എലിജിബിൾ ടു ബിക്കം എ ടീച്ചർ. So I get a job as a teacher. I get a job as a teacher. Yes. Now I go through what I am supposed to teach my students, and then I go to class and start teaching those students. അതിനകത്തൊരു പ്രശ്നമുണ്ട്. Okay. It's just replication. Yes, it is just doing something as a job. അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കാരണം പഴയ സിസ്റ്റം വേറിൻ ഇൻ ഇന്ത്യ നമ്മളെടുത്താൽ ഗുരു ശിഷ്യ ബന്ധമാണ് അവിടെ ഉള്ളത്. നോട്ട് മെനി വേർ ലക്കി ടു ഗെറ്റ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് ഒരുപാട് പേർക്ക് എലിജിബിലിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ വയലിൽ പണിയെടുക്കണവർ ഒരു പ്രായമാകുമ്പോൾ അതിൻ്റെ കൂടെയുള്ള പണികൾ ചെയ്താൽ ജീവിച്ചിരുന്ന. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇറ്റ് വാസ് എ ലക്ഷറി ഫോർ ദോസ് ഹു കുഡ് അഫോർഡ് ഇറ്റ്, ആൻഡ് മോസ്റ്റ് പീപ്പിൾ കുഡ് നോട്ട് അഫോർഡ് ഇറ്റ്. പക്ഷെ അതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗുരു ആ സ്ഥാനത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു ഗോ ത്രൂ so many things in life. Okay, ഗുരു സ്ഥാനത്ത് എത്തണമെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള പല കടമകളും കഴിഞ്ഞിട്ടാണ് ഗുരുസ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ ഗുരു ബേസിക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എഴുത്ത്, വായന, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ബേസിക്. ഇതിന് ശേഷം ഗുരു പഠിച്ചിട്ടുള്ള ബാക്കി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി അന്ന് ശ്രുതി, അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. എഴുത്തുകൾ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത് പുള്ളി ജീവിച്ച് വന്ന സാഹചര്യങ്ങളിൽ നേരിട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അദ്ദേഹം ഈ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഈ സ്റ്റുഡൻസിന് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള കുറെ കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ളതും കൂടെ ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഒരു അത്യാവശ്യം ബുദ്ധിബോധമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഈ ശിഷ്യന്മാരിറങ്ങുന്നത്. അപ്പൊ ഈ ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഇന്ന വർഷത്തിന്റെ ഇന്ന സമയത്ത് ഇന്ന പോലെ ക്ലൗഡ് കാണുകയാണെങ്കിൽ ഇന്ന രീതിക്കായിരിക്കും മഴ പെയ്യുക, ഇന്ന കാലാവസ്ഥയിൽ ഇടിവെട്ടാൻ സാധ്യതയുണ്ട്, ഇന്ന സ്ഥലത്ത് ഇടിവെട്ടും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് ആണ് ഈ ഇത്രയും ഗുരു സ്ഥാനത്ത് നിന്നുള്ള കാര്യങ്ങൾ പ്രകൃതിയെ പറ്റും, കാലാവസ്ഥയെ പറ്റിയും, പല കാര്യങ്ങളെ പറ്റിയും, പിന്നെ അവനവന്റെ വിദ്യ എന്ന് പറയുന്നത് അസ്ത്രവിദ്യ മുതൽ പല സാധനങ്ങളും ഈ പറയുന്ന ഗുരുക്കന്മാരിൽ നിന്ന് ഇവർ അഭ്യസിച്ച് ഒരു ലെവൽ എത്തിയിട്ടാണ് ഇവർ ഗുരുകുലം വിട്ട് ഇറങ്ങുന്നത്. ഇവരുടെ ജീവിതത്തിലൂടെ ഇവർ പലതിലൂടെയും ബാക്കി കടന്നു പോകുന്നത്, അതായത് ഇദ്ദേഹം പറഞ്ഞ നോളജ് അത് കൂടാണ്ട് ഇവര് അടുത്ത ഒരു 25 കൊല്ലം ജീവിച്ച് അതിൽ നിന്ന് കിട്ടുന്ന നോളജ് ഇവര് ഗുരു ആവുമ്പോൾ ഇവര് അത്രയും സാധനം പറഞ്ഞു കൊടുക്കുന്നു. ശരി, അപ്പൊ അടുത്ത സെറ്റ് ഓഫ് സ്റ്റുഡൻസ് അതിന്റെ മേലെ നിന്ന് തുടങ്ങിയാൽ മതി. സോ ദ ബേസ് നോളജ് ഗോസ് അപ്പ് വിത്ത് എവറി ജനറേഷൻ. അപ്പൊ ഒരു 10 ജനറേഷൻ കഴിയുമ്പോൾ ഇവരുടെ നോളജ് ബേസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്.
നമ്മളെങ്ങനെയാ 10 കൊല്ലവും പഠിപ്പിക്കുന്നത് ഒരേ സാധനമായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ 8ാം ക്ലാസ്സിലും ഒരേ ബുക്ക് തന്നെ, എല്ലാവരും വായിക്കുന്നത് അത് തന്നെ, അതേപോലെയാണ്. അപ്പോൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തെ വന്നെത്തുള്ളൂ. മറ്റത് അങ്ങനെയല്ല, വന്നെത്തുന്ന സ്ഥലം ഫിക്സഡ് അല്ല. അപ്പോൾ അത് ഒരു വലിയ വ്യത്യാസമാണ്. അപ്പോൾ ഗുരു ശിഷ്യന്മാരായിരിക്കുന്ന സമയത്ത് ഒരിക്കലും എല്ലാവരും ഒരേ സാധനം ചെയ്യണമെന്ന് ഗുരു പറയുന്നില്ല. ഈ ഗുരുവിന് ഓരോ ശിഷ്യന്റെയും കാലിബറും അവരുടെ ഇന്നേറ്റ് നേച്ചർ എന്ന് പറയും. അതായത് പണ്ടത്തെ നമ്മുടെ ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കണത് എന്താണെന്ന് വെച്ചാൽ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്നാണ്. ഒരിക്കലും കുല ജന്മവിഭാഗശഃ എന്ന് പറഞ്ഞിട്ടില്ല. ആരുടെ വീട്ടിൽ ഏത് കുലത്തിൽ ജനിക്കുന്നു, ആരുടെ മകനായിട്ട് ജനിക്കുന്നു, മകളായിട്ട് ജനിക്കുന്നു എന്നതിന് പ്രസക്തിയില്ല. നിങ്ങളുടെ ഗുണം എന്താണ്, നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രാഹ്മണനാണോ വൈശ്യനാണോ ക്ഷത്രിയനാണോ ശൂദ്രനാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രാഹ്മണനാണെങ്കിൽ എൻ്റെ വീട്ടിൽ ബ്രാഹ്മണൻ ജനിക്കുമെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോ ഓരോ കുട്ടിക്കും അവരുടേതായ ഗുണമുണ്ടാവും, ആരുടെ മകനായിട്ട് ജനിച്ചാലും. ഇത് തിരിച്ചറിയാനുള്ള കഴിവ് ആർക്ക് വേണം? ഗുരുവിന് വേണം. അപ്പൊ പണ്ട് അതനുസരിച്ചാണ് ട്രെയിനിങ്. ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിയുടെ ഗുണം അനുസരിച്ചാണ് അവന് ട്രെയിനിങ് കൊടുക്കാറ്. ചോര കണ്ട പേടിയുള്ളവനെ സാധാരണഗതിയിൽ വാൾപ്പയറ്റിൽ കേമനാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഗുരുവിന് അറിയാവുന്നതുകൊണ്ട് അവന് ട്രേഡറാണ്, അവന് കച്ചവടത്തിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ പഠിപ്പിച്ചു കൊടുക്കുക. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വന്ന് വൈശ്യൻ എന്ന് പറയുന്ന കച്ചവടക്കാരൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഹോസ്പിറ്റലും നടത്തുമ്പോൾ ഇവിടെ രണ്ടിടത്തും നടക്കുന്നത് ആക്ച്വലി കച്ചവടമാണ്. ഇത്ര കാശ് തരും, ഇന്നത് ചെയ്യാം. അപ്പൊ ഈ സ്കൂളിൽ പഠിച്ച് 10ാം ക്ലാസ് പോകാൻ ഇത്ര കാശ്, ഞങ്ങൾ ഇത്ര സാധനം പഠിപ്പിക്കും. അത് കച്ചവടമാണ്. അപ്പൊ അവിടെ വേറെ ഒന്നിനും സ്ഥാനമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും സൊസൈറ്റി ഈ ഒരു സ്ട്രക്ചറിൽ പോകുമ്പോൾ ഉണ്ടാവും. ആ സ്ട്രക്ചർ മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം വിദ്യാഭ്യാസത്തോടുള്ള കാഴ്ചപ്പാട് മാറണം. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു എക്സാമ്പിളാണ്. പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ മക്കൾ ഡോക്ടറാവുന്നു, എഞ്ചിനീയറിൻ്റെ മക്കൾ എഞ്ചിനീയർ ആവുന്നു, അല്ലെങ്കിൽ IASൻ്റെ മക്കൾ IAS ആവുന്നു. അങ്ങനെ ഒരു ട്രെൻഡ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ഇവരുടെ വിദ്യാഭ്യാസം ആക്ച്വലി നടക്കുന്ന അവരുടെ വീട്ടിലാണ്. അവരുടെ ഗുരുക്കന്മാർ അവരുടെ അച്ഛന്മാരാണ്. ഇത് അറിയാതെയാണ് മറ്റു പലരും ആ ഒരു പ്രോസസ്സിലേക്ക് കുട്ടികളെ തള്ളിവിടുന്നത്, അല്ലേ? അതിന് ചില കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ if I am good at something that I do, my children will have access to why I am good. മനസ്സിലായി? അതുകൊണ്ടാണ് പഴയ തച്ചന്മാര്, ശരിക്കും തച്ചന്മാരാണ് ആശേരി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള, ദേ കുഡ് ഡു വണ്ടേഴ്സ് വിത്ത് വുഡ്. അപ്പൊ അവരുടെ കൊച്ചു പിള്ളേര് ഒരു പ്രായം എത്തുമ്പോൾ ഇത് ചെറുപ്പത്തിലെ കണ്ടുപഠിക്കുന്നത് കൂടാണ്ട് കൈവച്ച് പഠിക്കുന്ന സമയത്ത് ഇവരുടെ കറക്റ്റ് ചെയ്യാനായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള അച്ഛനുണ്ട്. അപ്പൊ എന്ത് പറ്റും, ഇവര് ഒരു പ്രായം എത്തുമ്പോൾ ഇവര് ഓൾറെഡി അത് എക്സ്പേർട്ടായി, ഇവർക്ക് തലക്കാത്ത ഇത് മുഴുവൻ കയറി. അതായത് ചെറുപ്പത്തിൽ എങ്ങനെ ഉളി പിടിക്കണം, ഉളി ഏത് ടൈപ്പ് പിടിക്കണം, എങ്ങനെ കൊത്തണം എന്നുള്ളത് ഒരു പ്രായം എത്തുമ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വാല്യുബിൾ ഇൻപുട്ട് കിട്ടിയത് അതാ. സോ യു ഓട്ടോമാറ്റിക്കലി ബിക്കം ഗുഡ് അറ്റ് ദാറ്റ്. മനസ്സിലായോ? ഇതാണ് പഴയ ഒരു സമ്പ്രദായം. അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ ചില സ്ഥലത്തെ ആളുകൾ വീവിങ്ങിൽ ഇന്ന ടൈപ്പിൽ ദേ ആർ ദി ബെസ്റ്റ്. ചില ആൾക്കാർ വെസൽസ് ഉണ്ടാക്കാൻ ആ സ്ഥലത്തുള്ള, ബിക്കോസ് ദ ചിൽഡ്രൻ ആർ യൂസ് ടു ദി ബെസ്റ്റ് ആൻഡ് ദ ടെക്നിക്സ് ദേ ലേൺ വെൻ ദെയർ ബ്രെയിൻ ഇസ് ആക്ച്വലി ഗ്രോയിങ് ആൻഡ് ഇൻ ഫുൾ ബ്ലൂം. 20 വയസ്സ് കഴിഞ്ഞ ഒരുത്തനെ പഠിപ്പിക്കാൻ പോയ വലിയ ബുദ്ധിമുട്ടാണ് സാറേ. 20 വയസ്സ് വരെ A² B² പഠിപ്പിച്ചിട്ട് നൗ ഹൗ ടു മേക്ക് ക്ലേ സംതിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിയോണ്ട് ഹിം മോസ്റ്റ്ലി, ബിക്കോസ് ഹിസ് ബ്രെയിൻ ഇസ് സെറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അപ്പം ഇതാണ് ആക്ച്വലി പാരമ്പര്യം എന്ന് പറയുന്ന സാധനം. ബട്ട് പാരമ്പര്യം ഈസ് നോട്ട് അക്കാഡമിക്സ്. പാരമ്പര്യം ഈസ് ഓൾവേസ് സ്കിൽസ്. അക്കാഡമിക്സ് ഈസ് നോട്ട് പാരമ്പര്യം. ഹെറിഡിറ്ററി ആയിട്ട് അക്കാഡമിക്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഏറ്റവും നല്ല അക്കാഡമിക്സ് ഉള്ള ആളുടെ മകൻ ഏറ്റവും നല്ലോണം പഠിക്കണം എന്ന് പറഞ്ഞാൽ ആറ്റ് ഇസ് ഫോഴ്സിങ് സംബഡി ടു ഡു സംതിങ്. നൗ ഐ ടെൽ യു, ഇഫ് യു ഹാവ് ദ കൺവിക്ഷൻ യു ക്യാൻ ഡു, വാട്ട് ഡിഫറൻസ് ഇറ്റ് മേക്സ്. യു ക്യാൻ ആക്ച്വലി ഡു ഇറ്റ് ദാറ്റ് വേ ഓൾസോ. ബട്ട് വെൻ യു ലുക്ക് അറ്റ് 2 ടെന്നീസ് പ്ലേയേഴ്സ് ഹു ആർ വെരി ഗുഡ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ടെന്നീസ് കാണുന്ന സമയത്ത് ബിയോൺ ബോർഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ട്, ആൻഡ് ഇവാൻ ലിൻഡിൽ. ഇവർ രണ്ടുപേരും ഒരുപാട് ഗ്രാൻഡ് സ്ലാംസ് ജയിച്ചിട്ടുള്ള ആൾക്കാരാണ്.
ഈ ബോർഗിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാൻഡ് സ്ലാം ജയിച്ചാൽ പിറ്റേ ദിവസം പുള്ളി പ്ലെയിൻ കയറും, വെക്കേഷനാണ്. ഓക്കെ. പോയി അടുത്ത ഗ്രാൻഡ് സ്ലാമിൻ്റെ ഒരാഴ്ച 2 ആഴ്ച മുന്നേ വരുന്നു, പുള്ളി പ്രാക്ടീസ് ചെയ്യുന്നു, അടുത്ത ഗ്രാൻഡ് സ്ലാം ജയിക്കുന്നു, പിന്നെയും പോകുന്നു. ബിക്കോസ് ഹീസ് എ നാച്ചുറൽ. ലണ്ടനിൽ ഗ്രാൻഡ് സ്ലാം കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെളുപ്പിന് പ്രാക്ടീസ് കോർട്ടിലുണ്ടാവും. അങ്ങനെയാണ് പുള്ളി ഗ്രാൻഡ് സ്ലാംസ് ജയിക്കുന്നത്. So there are 2 ways. If you are a natural, you don't have to put in extra effort. But if you are not a natural and if you want to actually do something, you can work towards achieving that. അങ്ങനെയുള്ള ഒരു ആസ്പെക്ട് ഇതിനകത്തുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് യു കാൻ ഡു ഇറ്റ്. ഒരു മനുഷ്യൻ വേണമെന്ന് വിചാരിച്ചാൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം, അതിനുള്ള എഫർട്ട് ഇട്ടാൽ മാത്രം മതി. ഓക്കെ. അപ്പം അതാണ് അതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ. യു ക്യാൻ ആക്ച്വലി സേ ഐ വാണ്ട് മൈ സൺ ടു ബി എൻ എഞ്ചിനീയർ. നോ മൈ സണ്ണ് ഇന്നേറ്റ് ക്വാളിറ്റി ടു ബിക്കം എൻ എഞ്ചിനീയർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു ചോദ്യമാണ്, വിച്ച് ഇസ് ഓഫൻ ഓവർലുക്ഡ്. Quite often you overlook the fact whether the child has the innate quality or capacity to do what you want, or the child has an excellent potential in something else. Okay, you want to start by painting houses, painting buildings. No, I say painting is some low-lying job എന്ന് ഞാൻ പറയാണ്, ഞാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നു. But I would say you do that, you become so good at that in a future date. If the government of India decides to paint Taj Mahal, they should send a helicopter to pick you up. So you will be better than most the engineers around you. Yes or no? Yes. അങ്ങനെ എക്സൽ ആവണം, അതാണ് വേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ട് വേർ വി മിസ് ഔട്ട് ഈസ് ഹൗ വി സ്റ്റാർട്ട് എഡ്യൂക്കേറ്റിംഗ് എ ചൈൽഡ്. ഒരു കുട്ടിയെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അക്ഷരങ്ങളിലൂടെ തുടങ്ങുന്നു. നമ്മൾ ഹിന്ദുക്കളാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന വിദ്യാരംഭത്തിൻ്റെ അന്ന് ഹരിശ്രീ എഴുതിയിട്ടാണ് തുടങ്ങുന്നത്. അക്ഷരം വായന എഴുത്ത് എന്ന് പറയുന്നത് ഒരു ബേസിക് വിദ്യാഭ്യാസമാണ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ലിറ്ററസി. ഇത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടതാണ്. എഴുത്തും വായനയും ബേസിക് കണക്ക്. ഒരു കടയിൽ പോയി 100 രൂപ കൊടുത്തിട്ട് 55 രൂപ 50 പൈസയുടെ സാധനം വാങ്ങിച്ചാൽ ബാക്കി എത്ര കിട്ടും എന്നുള്ളത് ഇങ്ങനെ അറിയാൻ പറ്റണം. അപ്പം ബേസിക് അരിത്മാറ്റിക്സ്, ബേസിക് കെമിസ്ട്രി, എന്താണ് കെമിക്കൽ, അങ്ങനെയുള്ളത് ബേസിക് കെമിസ്ട്രി, അതായത് H2O ഘടന പഠിച്ചിട്ട് വെള്ളം ഉണ്ടാക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റുമൊന്നുമില്ല. പക്ഷെ ബേസിക്സ് ഓഫ് ഈച്ച് സബ്ജക്ട്, ബയോളജിയിലാണെങ്കിൽ ബേസിക്, ഇത് ആണ് ഒരു ബേസിക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ട കുറേ സാധനങ്ങൾ വേറെ ഉണ്ട്. അതിന് പ്രസക്തിയും പ്രാധാന്യവും കൊടുക്കാതെ വരുമ്പോഴാണ് കുറേ കഴിഞ്ഞിട്ട് സ്പിരിച്വാലിറ്റിയിലേക്കും ഇതിലേക്കൊക്കെ ആൾക്കാർ പോണത്. എന്തൊക്കെയായിരിക്കും അത്? ആദ്യം തന്നെ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യനെ പറ്റി, നമ്മളെ പറ്റി ഒരു അവബോധം മനുഷ്യന് വേണം എന്നുള്ളൊരു സംഭവമുണ്ട്. കാരണം എന്ന് വെച്ചാൽ all these people who attain the height of power and money, later when they turn to ashrams, yes, all those people who do that, I'm not saying everyone does that, is because they did not think about these when they were young. ഓക്കെ. ഒരു മനുഷ്യനെ പറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരം വരുന്നത് കാണുമ്പോഴാണ് ഒരാൾ ഞാൻ വരുന്നു എന്ന് പറയണേ, അല്ലേ? ഇനി ഈ ശരീരത്തിൻ്റെ മേലെ എനിക്ക് എന്ത് കൺട്രോൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? എൻ്റെ ശരീരത്തിൻ്റെ മേലെ എനിക്കെന്ത് കൺട്രോൾ ഉണ്ട്? എനിക്ക് എൻ്റെ ശരീരം എങ്ങനെ മൂവ് ചെയ്യണം എക്സ്റ്റേണലി എന്ന് പറയുന്നതിൽ എനിക്ക് കൺട്രോൾ ഉണ്ട്. എൻ്റെ ആന്തരിക അവയവങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന് എനിക്ക് ലിമിറ്റഡ് കൺട്രോളാണുള്ളത്. എൻ്റെ ലൈഫ് എന്ന് പറയുന്ന ഈ ശരീരം നിലനിൽക്കുന്ന ഒരു ടൈം എൻ്റെ കയ്യിലല്ല. അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ കൺട്രോളും കുറച്ച് പുറത്തുള്ള എക്സ്റ്റേണൽ കൺട്രോളുമാണ് എനിക്കുള്ളത്. അപ്പോൾ ഇനി ഞാൻ പറയാം, ദിസ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബില്യൺസ് ഓഫ് സെൽസ് ദാറ്റ് തിങ്ക് ആൻഡ് ആക്ട് ഓൺ ദെയർ ഓൺ, ഓൺ വിച്ച് വി ഹാവ് ആബ്സല്യൂട്ട്ലി നോ കൺട്രോൾ. വരുന്ന ബ്ലഡ് സ്ട്രീമിൽ നിന്ന് എന്തെടുക്കണം, എന്തോരം എടുക്കണം, എന്ത് പുറന്തള്ളണം എന്ന് തീരുമാനിക്കുന്നത് ഓരോ സെല്ലുമാണ്. എന്ത് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് അതാത് അവയവങ്ങൾ തീരുമാനിക്കുന്നതിൻ്റെ മേലെ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. ഇല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ തന്നെ വിചാരിച്ചേനെ, നടക്കില്ല. ശരിയല്ലേ? ഇനി ഭക്ഷണം നമ്മൾ വായിലിട്ട് തൊണ്ടയിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ വാട്ട് കൺട്രോൾ ഡു വി ഹാവ്? ആബ്സല്യൂട്ട്ലി നത്തിങ്. ശരിയല്ലേ?
അതിന് ശേഷമുള്ള ഒരു പ്രോസസ്സിലും നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. അകത്തുള്ള അവയവങ്ങളുടെ അവസ്ഥ എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ശരിയല്ലേ? അപ്പോൾ സോ വാട്ട് കൺട്രോൾ ഡി വി ഹാവ് ഓൺ അവർ ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റഡ് എന്ന് പറയാൻ പോലും ബുദ്ധിമുട്ടല്ലേ. ഇനി വാട്ട് കൺട്രോൾ ഡസ് അവർ മൈൻഡ് ഹാവ് ഓവർ ദ ബോഡി എന്ന് ചോദിച്ചാൽ പോലും പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ സപ്പോസ് ഐ ഹാവ് സിവിയർ ഡയബറ്റീസ് ബട്ട് ഐ ലൈക്ക് ഷുഗർ, ഐ ലൈക്ക് സ്വീറ്റ് തിങ്സ്, സോ ലഡ്ഡു പറ്റൂല. പക്ഷെ ഒരെണ്ണം കഴിച്ചോ എന്ന് പറഞ്ഞ് വായിലിട്ട് മധുരം ആസ്വദിച്ചിട്ട് തുപ്പി കളയാൻ ആരെങ്കിലും ശ്രമിക്കണ്ട. ഇത് താഴോട്ട് പോയാലല്ലേ മേജർ പ്രശ്നമുള്ളൂ. വായിലൊട്ടും പ്രശ്നമില്ലെന്നല്ല, സലൈവ ഇസ് ഓൾസോ ഡൈജസ്റ്റീവ് എൻസൈം. പക്ഷേ ഇത് വായിലിട്ട് മധുരം ആസ്വദിച്ചിട്ട് എന്തേ തുപ്പി കളയാത്തെ? മനസ്സ് സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് മധുരം ആസ്വദിച്ചാൽ പോരെ, അത് വായലല്ലേ. ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മധുരം ഉണ്ടോ? ഇല്ലല്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? മധുരം. മധുരം ആസ്വദിക്കണം. അതിനെന്തിനാ ഇറക്കണ്? ഇത് ചെന്ന് ഇൻസുലിൻ ഇൻസഫിഷ്യൻസി കാരണം ഉണ്ടാവാവുന്ന എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് മൈൻഡിന് കൺട്രോൾ ഉണ്ടെങ്കിൽ ഇത്രയും ചെയ്താൽ പോരെ. അപ്പോൾ പക്ഷേ മൈൻഡും ഒരു പരിധി വരെ കൺട്രോളിലല്ല. അതെ, അതാണ് പ്രശ്നം. കാരണം ആദ്യം ഒരു കുഞ്ഞുനാൾ മുതലേ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളും അക്കാഡമിക്സും വിച്ച് ഇസ് സ്ട്രക്ചേർഡ് ടു എ സർട്ടൻ സ്റ്റൈൽ ആണ് എംഫസിസ് മുഴുവൻ കൊടുക്കുന്നത്. ഒരു കുറച്ചു നേരം ഒന്നിരുന്ന് ധ്യാനിക്കാനോ അവനവനിലേക്ക് തിരിയാനോ ആരും പറയുന്നില്ല. അതിൽ തുടങ്ങിയാൽ there are yogis who can control all this. നമ്മൾ പണ്ട് മഹർഷിമാര് വർഷം തപസ്സിരുന്നു എന്ന് പറയില്ലേ, ഈ പലപ്പോഴും വലിയ തപസ് ചെയ്യുന്ന മഹർഷിമാരൊക്കെ ഇരുന്ന് ഇരിപ്പാ. സോ ഹൗ ഇസ് their bodily functions controlled? വേറൊരു കാര്യം, ഇതൊക്കെ ഇപ്പോൾ പലപ്പോഴും നമ്മളുടെ ഭാരതീയമായിട്ടുള്ള പല സംസ്കാരവും പല കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് പേർക്ക് പറ്റുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ ഈ നാഗസന്യാസിസ് ദേ ഡോണ്ട് വെയർ ക്ലോത്ത്സ്. അപ്പം തുണി ഉടുക്കാത്ത ഒരു പറ്റം ആളുകൾ ഈ പൊതുജനത്തിന്റെ നടുവിലേക്ക് ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് കുംഭമേള നടക്കുമ്പോഴാണ്. അഘോരീസ് അല്ല, there are സന്യാസീസ്, നാഗസന്യാസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. there are സന്യാസീസ് who don't wear clothes. ഇവര് ഈ കുംഭമേള നടക്കുമ്പോൾ ഈ പറയുന്ന പൊതുജനത്തിന്റെ, അതായത് ഇങ്ങനെ ഗംഗയിൽ പോകണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് വരുന്നത്. ഇതില്ലാത്ത സമയത്ത് ഇവരെല്ലാരും തപസ് എന്ന് പറയുന്ന സാധനം ഹിമാലയത്തിലൊക്കെയാണ്. ഈ ഹിമാലയത്തില് മഞ്ഞു ഗുഹക്കകത്ത് ഈ തുണി ഇല്ലാതെ ഇരുന്ന് തപസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ഈ പറയുന്ന വാം ക്ലോത്ത്സ് ഇട്ടിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? -60, -75 ഡിഗ്രീസിലൊക്കെ നമ്മൾ ഈവൻ വിത്ത് ഡീസന്റ് വാം ക്ലോത്തിങ് വി വിൽ നോട്ട് ലാസ്റ്റ് ആൻ അവർ അല്ലേ? അപ്പൊ നമ്മളെ നീലിച്ചെടുത്തോണ്ട് വരേണ്ടി വരും. അപ്പൊ അത്രയും ലെവലിൽ പോലും ശരീരബോധം മാറ്റിവെച്ച് ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അവിടം വരെ ഒന്നും വേണ്ട, ഒരു മിനിമം സെൽഫ് അവയർനെസ് വന്നാൽ ഒരു മനുഷ്യന് കുറെ കാര്യങ്ങൾ ബാഹ്യമായ ഇൻഫ്ലുവൻസിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ട്രിഗർ ആവാതിരിക്കുക, ആങ്കറിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ കുറച്ച് യോഗ മെഡിറ്റേഷൻ പോലെയുള്ള സാധനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ആസ്പെക്റ്റ് വളരും. അതേപോലെ ഈ നമ്മൾ താമസിക്കുന്ന ഭൂമിയെ പറ്റിയും നമ്മൾ താമസിക്കുന്ന സൊസൈറ്റിയെ പറ്റിയും സോഷ്യൽ മാനേഴ്സ് എന്ന് പറയുന്ന സാധനം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള സാധനവും ഇന്നത്തെ അവസ്ഥയിൽ ആർക്കും വിഷയം പോലും അല്ല. സ്വന്തം വീട്ടിലെ വേസ്റ്റ് എടുത്ത് വെളിയിലേക്ക് എറിയുന്നു, അപ്പുറത്തേക്ക് എറിയുന്നു. അപ്പോ വേസ്റ്റ് തന്നെയാ. ബട്ട് ദാറ്റ് ബിക്കം സംബഡി എൽസസ് പ്രോബ്ലം. സോ ഇറ്റ് ഈസ് നോ ലോങ്ങർ മൈ പ്രോബ്ലം. ആ കാഴ്ചപ്പാടിൽ വളർന്നു വന്നാൽ എല്ലാം പ്രശ്നമാവൂലേ? അപ്പൊ എന്റെയൊക്കെ കാലഘട്ടത്തിൽ പറഞ്ഞ് യു ആർ ഗോയിങ് ടു സ്റ്റെപ്പ് ഔട്ട് ഇൻ ടു എ ഹെവിലി കോമ്പറ്റീറ്റീവ് വേൾഡ്. ഹൈലി കോമ്പറ്റീറ്റീവ് ആണ് പുറത്തുള്ളത്. എങ്ങനെയും നിനക്ക് ഫസ്റ്റ് ആവണം. ഡോണ്ട് കൺസിഡർ വാട്ട് അതേഴ്സ് കൻ ഡു ഓർ ഹൗ യു കൻ കൊളാബറേറ്റ് ഓർ കോഓപ്പറേറ്റ് വിത്ത് ദം. യു ഹാവ് ടു ഫൈറ്റ് ദം, വിൻ ദ വാർ എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറയണത്. ദെൻ യു ക്യാൻ ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. കൊളാബറേറ്റ് ചെയ്ത് സക്സസ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെ പരസ്പരം ഫ്രിക്ഷൻ ഉണ്ടാക്കാമെന്നുള്ളതല്ലാതെ എങ്ങനെ പരസ്പരം ഹാർമണി ഉണ്ടാക്കാം എന്നുള്ളത് വിദ്യാഭ്യാസത്തിൽ വരണ്ടേ?
ദാറ്റ് ഈസ് സോഷ്യൽ സ്കിൽസ്. കോമ്പറ്റീഷൻ അല്ലേ? അതായത് ക്ലാസ്സിൽ പോയാലും കുട്ടികളുടെ ഇടയിൽ ടീച്ചർമാർ കൊണ്ടുവരുന്ന കോമ്പറ്റീഷൻ, സ്കൂൾസിൻ്റെ ഇടയിൽ കോമ്പറ്റീഷൻ, എന്തിന് ഈ വീട്ടിലെ കുട്ടിയും ആ വീട്ടിലെ കുട്ടിയും തമ്മിൽ കോമ്പറ്റീഷൻ കാണിക്കാനുള്ള ശ്രമമാണ് ഓരോ നിമിഷവും. പക്ഷേ എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ട്, എത്രമാത്രം ഇന്റേണലി ആ ഗ്രോ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇവിടെ അളക്കൊന്നുമില്ല. അതൊരു മെഷറേ അല്ല. അത് അതിൻ്റെ എൻഡ് റിസൾട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ABCD ഗ്രേഡ്സ്. ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് ഫുൾ A+ മേടിച്ചിട്ട് അവസാനം ജീവിതം എങ്ങനെ ജീവിക്കുന്നു എന്ന് വരുമ്പോഴത്തേക്ക് അതൊരു പ്രശ്നമാണ്. ആർ യു ഹാപ്പി ഇൻ ലൈഫ് ആഫ്റ്റർ സെക്യൂറിങ് ഓൾ ദീസ് ഹൈ മാർക്സ്? മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട്. ബട്ട് യു ലുക്ക് അറ്റ് ദ C graders, D graders, they are happy with life. Yes. അപ്പോൾ അൾട്ടിമേറ്റ്ലി പീസ് ഓഫ് മൈൻഡ് ആൻഡ് ഹാപ്പിനെസ് does not come with high position or money. I think now ഇത് സംസാരിക്കുമ്പോഴാണ് എനിക്കൊരു പോയിന്റ് മനസ്സിൽ വന്നത്. ലൈക്ക് ഐ ഓൾസോ വാസ് എ ടോപ്പർ. ഐ ഓൾസോ ഹാഡ് ദിസ് പ്രോബ്ലം ഓഫ് പുഷിംഗ് ടു ബിക്കം ദി ടോപ്പ്. ബട്ട് ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം ഐ ജോയിൻ നേവി. നൗ നേവി ഹാസ് ഗോട്ട് എ ഡിഫറെൻറ്റ് സിസ്റ്റം. അവിടെയും ഇത് തന്നെയാണ്. വി ഡോണ്ട് ഹാവ് കൺട്രോൾ. നമുക്ക് തിങ്ക് ചെയ്യേണ്ട കാര്യം, വി ഡോണ്ട് നീഡ് ബ്രെയിൻ അറ്റ് ഓൾ. ദർ ഇസ് എ സിസ്റ്റം ഫോർ ദാറ്റ് എവറി ഡേ. അപ്പോൾ അത് ജീവിച്ച് കഴിഞ്ഞ് 32 yearsലാണ് ഐ ഗോട്ട് റിട്ടയർഡ് ഫ്രം നേവി. ദെൻ ഐ സ്റ്റാർട്ടഡ് മൈ റിയൽ ലൈഫ്. സോ ഇനീഷ്യൽ 3 to 4 years എന്നെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വർഷങ്ങളായിരുന്നു. കാരണം ഐ റിയലൈസ്ഡ് അറ്റ് ദി ഏജ് ഓഫ് 32 ദാറ്റ് ദ സോ കോൾഡ് മീ, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി 32 വർഷം ജീവിച്ചിട്ടില്ല. 32 വർഷത്തിന് ശേഷമാണ് ഞാൻ മണ്ണ് കാണുന്നതും മനുഷ്യനെ കാണുന്നതും പണത്തിന് വേണ്ടി പണിയെടുക്കേണ്ടി വരുന്നതും അതിനു വേണ്ടിയിട്ട് തിരിച്ച് സർവീസ് കൊടുക്കേണ്ടി വരുന്നതും എല്ലാം ചെയ്യാൻ തുടങ്ങിയത്. ഒരുപാട് പറ്റിക്കപ്പെട്ടു, ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തു. നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് കാണുന്ന ഐഡിയാസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതേ ഐഡിയയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ബട്ട് ദേ ആർ ഡോർമെന്റ് ഓർ സൈലന്റ് ഓർ ഇനാക്റ്റീവ് ബിക്കോസ് ദേ നോ ഹൗ സൊസൈറ്റി വർക്ക്. We were so excited to bring in all these ideas to the people. But ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഈ ആൾക്കാർക്ക് വേണ്ടത് ഇതല്ല, വേറെന്തോ ആണെന്ന്. അപ്പോൾ ഗ്രാജുവലി കയ്യിലുള്ളതൊക്കെ പോയി പക്ഷേ ജീവിക്കാൻ പഠിച്ച് ഒരു 4ാമത്തെ വർഷം കഴിയാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ 32 വർഷം ഐ lived as a fool and the last 4 years I started to learn to live and now I am living. അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ ഈ ബ്രേക്കപ്പ് പോയിന്റിൽ എത്തുന്നോ അത്രയും പെട്ടെന്ന് നമ്മൾ പഠിച്ചു തുടങ്ങും. അതാണ് ഈ D graders-നും C graders-നും പറ്റുന്നത്. അവർ ആദ്യമേ ബ്രോക്കൺ ആണ്. സോ ദേ സ്റ്റാർട്ട് ലിവിങ് ദ ലൈഫ്. മറ്റുള്ളവർ ആ പാറ്റേണിൽ പോയി ഒരു സമയത്ത് എത്തുമ്പോൾ നേരെ ആശ്രമത്തിലേക്ക് പോകേണ്ടി വരുന്നു. ഇതാണ് ഞാൻ കാണുന്ന ലോകം. You are correct, because what I meant to say is what you said should have started a long time ago. Yes. Now you have another problem that your education system stopped you from using your own brains. Yes. And thinking your way and trying to get it done. Yeah. അപ്പം അതിന് പകരം സിസ്റ്റം തന്നെ ചെറുപ്പം മുതൽ കുട്ടികൾക്ക് ഈ ബേസിക് എഡ്യൂക്കേഷൻ്റെ കൂടെ അവരവരുടെ വാസനക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനും അതെടുത്ത് പഠിക്കാനും സ്വന്തമായിട്ട് ചിന്തിക്കാനും ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഗൈഡൻസ് ഇസ് വാട്ട് വി ഡു ഫോർ ദ യങ്ങർ ജനറേഷൻ, നോട്ട് ടെല്ലിങ് ദം വാട്ട് ടു ഡു. വി ക്യാൻ ഗൈഡ് ദം. അതായത് ഇന്നത് ചെയ്താൽ ഇന്നതുണ്ടാവും. ദിസ് ഈസ് ദ വേ ഐ ഹാവ് ഡൺ ദിസ്. ദിസ് ഈസ് ദ വേ ഐ ഹാവ് ഡൺ. നോട്ട് ദിസ് ഈസ് ദ വേ ടു ഡു ഇറ്റ്. ബട്ട് അഗെയിൻ എത്ര പേര് ചെയ്യുന്നുണ്ട്, എത്ര പേര് ചെയ്തിട്ടുണ്ട്, എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട്? പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, പല ആൾക്കാരും സ്വയം ഒരു ഫെയിലിയർ ആയിട്ട് കാണുന്നു, എസ്പെഷ്യലി പാരൻസ്. എന്നിട്ട് അവർ ചെയ്യുന്നത് ഈ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് ടീച്ചർ പറയുന്നത് കേട്ടിട്ട് നന്നാവട്ടെ എന്നുള്ള രീതിയിലേക്ക് ഒന്നുകിൽ ട്യൂഷൻ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു വിടുന്നു. അതേ ടീച്ചർമാരുടെ അവസ്ഥയും ഇത് തന്നെയാണ്. അപ്പോൾ ഈ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഷട്ടിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദിസ് ചാൻസ് ഓഫ് എക്സ്പെരിമെൻറ്റ് ബിക്കോസ് നോബഡി ഈസ് ഗൈഡിങ് ദം. എവരിബഡി ഈസ് ഫീഡിങ് ദം. ബുക്കിലുള്ളത് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനപ്പുറത്തേക്കൊരു ചോദ്യമില്ല, ഉത്തരവുമില്ല. ഈ പ്രോസസ്സ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞേക്കണ ഒരു കാര്യം എന്താ അറിയോ? നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരുന്നതിന് മുമ്പ് അവിടുത്തെ നിയമങ്ങളും രീതികളും നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ അവിടെ ചേരരുത്. അവിടെ ചേർന്ന് കഴിഞ്ഞിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ വ്യത്യാസം വരണമെങ്കിൽ അത് മേലേന്ന് വരണം. ഇഫ് യു ഹാവ് എ സെറ്റ് സിസ്റ്റം, യു കനോട്ട് വാക്ക് ഇൻ ആസ് എൻ ഔട്ട്സൈഡർ ആൻഡ് സേ ദിസ് ഹാസ് ടു ചേഞ്ച്. അത് പണ്ട് നടക്കായിരുന്നു, രാജാക്കാരന്മാരായിരുന്നപ്പോൾ.
അപ്പുറത്തെ ശരിയല്ലെന്ന് തോന്നിയാൽ അത് വെട്ടിപ്പിടിച്ചിട്ട് ഞാൻ അവിടെ എൻ്റെ സിസ്റ്റം എടുക്കും. അതിപ്പോൾ നടക്കില്ലല്ലോ. അപ്പോൾ സർക്കാർ നയം, എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന സാധനം മാറാതെ ഇതിലൊരു ചേഞ്ച് വരില്ല. ആകെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നത് പാരൻസിന് സ്വന്തം വീട്ടിൽ. പക്ഷെ ഒരു പബ്ലിക് സ്കൂളിൽ വിട്ടാൽ ആ സ്കൂളിൻ്റെ നയങ്ങൾ അതനുസരിച്ച് നടക്കാൻ ആ കുട്ടി ബാധ്യസ്ഥയാണ് അല്ലേ? അപ്പൊ എന്നിട്ട് അവിടെ ചേർന്നിട്ട് അവിടത്തേനെ കുറ്റം പറയുന്നതും ഇതിങ്ങനെ മാറ്റണം എന്ന് പറയുന്നതും ഒരു പരിധി വരെ അതൊരു ശരിയാവില്ല. അല്ലാതെ ശരിയല്ല, കാരണം അതൊരു ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത് റൺ ചെയ്യണ്ടേ. അപ്പൊ ഒരു സിലബസ് കൊടുത്തിട്ട് ഇതാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാട്ട് ഡു യു എക്സ്പെക്ട് ടീച്ചേഴ്സ് ടു ഡു? നത്തിങ്. 10ാം ക്ലാസ് വരെ ഇന്ന സ്കൂളിൽ പഠിക്കണം, ഏറ്റവും നല്ല സ്കൂളിൽ വിടുന്ന പാരന്റ് ചെയ്യുന്നത് തെറ്റാണോ? അല്ല. They are doing their best. They think they are doing the best for the child. ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പലരോടും ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരത, we thought that was the best and we thought we were doing the best for you. But I realized that was what made me lose a lot of time and a lot of brains, because when you don't use your brains in your growing age, it becomes dormant. And it is not easy to bring them up. ഓക്കെ. അപ്പം അത് ഒരു വിഷയമാണ്. കാരണം ഏറ്റവും നല്ലോണം പഠിക്കാൻ സാധ്യതയുള്ള കാലഘട്ടം അല്ല പ്രായം എന്ന് പറയുന്നത് ഒരു 4-5 വയസ്സ് മുതൽ ഒരു 10-12 വയസ്സ് വരെയാണ്. 15 വയസ്സ് വരെ ഒന്ന് കൂട്ടിക്കോ. അതുവരെ നീ ചിന്തിക്കണ്ട, നിന്നോട് ഞങ്ങൾ പറഞ്ഞു തരും എന്ന് പറയുമ്പോൾ the curiosity and the logical part of your brain just dies. All you use is your memory. ഇന്നതൊക്കെ കാണാണ്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അത് കാണാണ്ട് പഠിക്കും. ഞാൻ ആക്ച്വലി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ക്വിൻകേസ് തിയറം മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ ഉണ്ട്. അത് അവസാനം ഞാനൊരു സാറിൻ്റെ അടുത്ത് സംശയം ചോദിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ HRODG എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, ഹൈറ്റ്, റോ, കോൺസ്റ്റന്റ്, ഡി, ഡെൻസിറ്റി, ഗ്രാവിറ്റി ഇതൊക്കെ ഇന്നതല്ലേ, അതങ്ങോട്ട് കൂട്ടിയാൽ നിനക്ക് സാധനം കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ഇങ്ങനെയായിരുന്നല്ലേ. അപ്പൊ ഞാനിത് കാണാപ്പാടം പഠിക്കണ എന്തിനാ? മനസ്സിലാക്കിയാൽ തീർന്നില്ലേ പ്രശ്നം? മനസ്സിലാക്കിയാൽ തീർന്നു പ്രശ്നം. ഇന്നതാണ് അവസ്ഥ, അതിന് ഇന്ന സാധനങ്ങളുണ്ട്. സോ ദിസ് ഇസ് വാട്ട് യുവർ ഫോർമുല സേസ്. ഇത് മനസ്സിലായാൽ നിങ്ങൾ എന്തിനാ കാണാപ്പാടം പഠിക്കുന്നേ? സത്യം പറഞ്ഞാൽ വേണ്ടല്ലോ. പ്രശ്നം തന്നെ എവിടെയാണ്? നമ്മളോട് പറഞ്ഞ ഫോർമുല കാണാപ്പാടം പഠിച്ചോ. That is because, I'll tell you the reason behind that. That is because not every student is logically inclined as me. So what happens to the non-logical person who is an excellent artist but he has to pass the exam? What happens to him? അവന് കാണാണ്ട് പഠിച്ചേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ പറ്റാത്ത പണിയെടുത്ത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താ? ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? ശരിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള പല ആൾക്കാരും, അതായത് നമ്മൾ ഈ ടോപ്പ് പെർഫോമേഴ്സിൽ തന്നെ അല്ലെങ്കിൽ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസും പിന്നീട് ബ്രില്യൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാരെ നോക്കുമ്പോൾ അവരുടെ ലോജിക്ക് ഭയങ്കര സ്ട്രോങ് ആണ്, അവരുടെ വിഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. അവർ ഒരിക്കലും ഈ ഫ്രണ്ട് എൻഡിലെ ഈ നമ്പേഴ്സ് ഒന്നുമല്ല കാണുന്നത്. ദേ ഹാവ് ദ ക്ലിയർ പിക്ചർ ഇൻ ദെയർ മൈൻഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻ ദി ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കാണുന്ന കാര്യങ്ങളെ ചിത്രമായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാനും അതിൽ അറിയാത്ത എലമെന്റ്സ് നമുക്ക് മനസ്സിലാവും. ഇത് അറിയില്ല, മുന്നേ അതൊന്നുമല്ല, മുന്നേ ഫീഡ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഞാൻ ആദ്യമായിട്ടൊരു കോഴീനെ ടച്ച് ചെയ്യുന്നത് 38ാമത്തെ വയസ്സിലാണ്. അന്നാണ് ഞാൻ അറിയുന്നത് ഹൗ ഡസ് ഇറ്റ് ഫീൽ ലൈക്ക്. അറിയില്ല, മറ്റേത് കോഴീനെ പിടിക്കേണ്ട ആവശ്യം വന്നില്ല, കോഴി ചിക്കൻ കറിയായിട്ട് കഴിക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. മണ്ണിലിറങ്ങി ചെരുപ്പില്ലാതെ നടക്കുന്നത് എൻജോയ് ചെയ്യുന്നത് ഒരു 34-35ാമത്തെ വയസ്സിലാണ്. അതുവരെ എവിടെ പോയാലും ഷൂവിൻ്റെ ഉള്ളിൽ സോക്സ്, ഇതാണ് റൂട്ടീൻ. അങ്ങനെ ഓരോന്ന് മാറി മാറി ഇപ്പോൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു 34ാമത്തെ വയസ്സിലേക്ക്. ആ ഒരു ഏജിലാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ വേണ്ടി പുട്ടും കടലും ഉണ്ടാക്കുന്നത്. ഐ ഫെൽറ്റ് ഇറ്റ് റിയലി ഗുഡ്. ഇതൊന്നും അതിന് മുന്നേ ആവശ്യം വന്നിട്ടില്ല, എല്ലാം റെഡിമെയ്ഡ് ആയിരുന്നു. സോ അവിടെ നിന്ന് ലൈഫ് മാറാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇത് എന്തുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കൊടുക്കുന്നത്, എന്തുകൊണ്ട് എനിക്ക് പോലും അത് കിട്ടിയില്ല എന്ന് ആലോചിക്കുമ്പോൾ ഐ ഫീൽ പക്ഷേ ഇതെല്ലാം ഉള്ള അതേ കുട്ടികൾ നമ്മുടെ നാട്ടിൽ വേറെയുണ്ട്. അവർ വെൽ എഡ്യൂക്കേറ്റഡും അല്ല, ഈ പറഞ്ഞ ഹൈ പെർഫോമേഴ്സും അല്ല, ബട്ട് ദേ ഹാവ് ദ ബേസിക് വെരി സ്ട്രോങ്. അപ്പോൾ അതിന് എന്ത് സ്കിൽ എന്നാ പറയാ? ലൈഫ് സ്കിൽ. എക്സാക്ട്ലി. Not imparted. Yes. Change that. Children will come out with flying colors even academically. Exactly. Okay. Means academics la avarade brain work cheyan thodum. Exactly. Now when you stop their logic and ask them to mug up something, their brains will just refuse to do it. Yeah. I was forced to.
And I realized much later that it was a bloody waste of time. But still, you have very good understanding about how things work. Yes, that is, see, it is easy to learn something new, something you don't know, but it is extremely difficult to unlearn what Yes. you have already Yes. True. put in here. Yes. Yeah? True. So that is the problem. Now I had to go through tremendous effort to, Decode detach yes. myself from what education did to me and start thinking on my own. I'm not saying education is bad, but the way it is imparted to a child is not good. മനസ്സിലായി? എനിക്ക് ഈ പറയുന്ന എൻ്റെ ഐ ഹവ് ബീൻ എൻ ആർട്ടിസ്റ്റ്, ഐ ഹവ് ബീൻ എൻ എഞ്ചിനീയർ, ഐ ഹവ് ബീൻ എ ക്രിയേറ്റീവ്, ഇതെല്ലാം ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഗിറ്റാർ വായിക്കുന്നു, പാട്ട് പാടുന്നു, മറ്റേ ഇത് ചെയ്യുന്നു, എന്താണ് ഇലക്ട്രോണിക്സ് ഡിസൈൻ ചെയ്യുന്നു, സൗണ്ട് മിക്സ് ചെയ്യുന്നു. ഐ ഡു സോ മെനി തിങ്സ്. പക്ഷേ ഐ ക്യാൻ ഓൾസോ ടോക്ക് അബൌട്ട് nature, some of the things that happen under the sun, which normally people don't with education. അപ്പോൾ അത് ഞാൻ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥിരം വണ്ടി എടുക്കുന്ന ഒരാളോട് ഈ ടയറിന് നമ്മൾ എന്തിനാണ് ട്രെഡ് ഗ്രൂവ് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ആസ്ക് സംബഡി, ദേ വിൽ നോട്ട് ഹാവ് ആൻ ആൻസർ. എല്ലാ ദിവസവും വണ്ടി ഉപയോഗിക്കണല്ലേ. സ്വന്തം ബുദ്ധി ഉപയോഗിച്ചാൽ ആ ചോദ്യം വരില്ലേ മനസ്സിൽ. അപ്പൊ ഗ്രിപ്പ് കിട്ടാനാണെന്ന് പറയും. ഗ്രിപ്പ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ടയർ ആൻഡ് ദ റോഡ്. അപ്പൊ ഈ ടയറിന്റെ ഏരിയ ഓഫ് കോണ്ടാക്ട് കുറയുമ്പോ ഫ്രിക്ഷൻ കൂടുകയോ കുറയും. ഗ്രൂവ് ഇട്ടാൽ ഏരിയ കൂടുകയോ കുറയും. സോ യു ആർ പുട്ടിംഗ് grooves, reducing the area of contact between the tire and the road, and you are expecting a better grip. ആണോ? No. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Formula 1 കാർസിന് ട്രെഡഡ് ടയർസ് അല്ലേ ഇടേണ്ടത്? അല്ലല്ലോ. അപ്പൊ there is a problem. But nobody thought about it. ആരും ചിന്തിക്കുന്നില്ല. ടയർ മുട്ടയാൽ മാറ്റണം അല്ലേ, ഇല്ലെങ്കിൽ വീഴും. പക്ഷെ ഇതിന്റെ കാരണം എന്താണെന്ന് എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഇതാണ് ഞാൻ പറയുന്നത്. നമ്മളെ സ്വന്തം ബ്രെയിൻ ഉപയോഗിക്കാൻ സമ്മതിക്കാത്തതിന്റെ കുഴപ്പമാണിത്. അപ്പൊ ഒരു ഏജ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. ചിലപ്പോൾ നമ്മളിത് കാണില്ല, ഈ പറഞ്ഞ മാതിരി നമ്മളത് കാണുന്നില്ല. കണ്ടാൽ തന്നെ അതിനൊരു ഡെപ്തിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടും, രണ്ടാമത്തെ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അല്ല, അങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടില്ലല്ലോ. അതങ്ങനെയാണ്. ടയർ മുട്ടയാൽ മാറ്റണം. ചോദ്യം ഇത് ചെറുപ്പത്തിൽ എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ പഠിച്ചെങ്കിൽ സ്വയം ചോദിക്കും. അങ്ങനെ പഠിക്കുന്ന ഒരാൾ ഒരു ഏജ് എത്തുമ്പോൾ ഇതിനെല്ലാത്തിനും ഉത്തരം സ്വയം കണ്ടുപിടിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലാണ് സെയിൽസ് പ്രോസസ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വാട്ട് പീപ്പിൾ ഡസൻ നോ ദേ നോ വെരി വെൽ. സോ ദാറ്റ്സ് വേർ. ഇപ്പോൾ ഇന്നലെയും കൂടെ ഒരു എക്സാമ്പിൾ ഒരാൾ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ബൈക്ക് റിപ്പയർ ചെയ്യാൻ പോയപ്പോൾ ഐ എക്സ്പെക്റ്റഡ് 500 rupees, ബട്ട് ദേ ചാർജ് 2500 rupees. കാരണം അത് ഷോറൂമിലായിരുന്നു. ഷോറൂമിൽ ചെന്നപ്പോൾ തന്നെ അവരിങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, അതായത് സെയിൽസ് പീപ്പിൾ നോ ഈ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഇപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റണം, അത് പിന്നെ മാറ്റാം സർ, മഴക്കാലമാണ് വരുന്നത്, ബാക്ക് ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ ഒന്ന് മാറ്റിക്കോ. ദേ നോ ദി സെൻറ്റൻസ്. പക്ഷേ ഇത് ഈ ലൈനറിനെ കുറിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ അവൻ ചോദിക്കും, ലൈനർ അകത്തല്ലേ, അതും പുറത്തെന്താ ബന്ധം, ഗ്രിപ്പുമായിട്ടല്ലേ കണക്റ്റഡ് എന്നൊക്കെ ചോദിച്ചാൽ ഒരു പക്ഷേ അവിടെ സെയിൽസ് പ്രോസസ്സ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ആൾക്കാരെ ഇങ്ങനെ ഒരു മെക്കാനിക്കലി ആക്കി മാറ്റുന്നത് ചിലപ്പോൾ ഒരു മാർക്കറ്റ് ബിൽഡിങ്ങും കൂടി ആയിരിക്കാം ഫ്യൂച്ചറിലേക്ക്. അങ്ങനെയല്ല. ഇതിപ്പോൾ ഈ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആക്കി വെച്ചേക്കണത്, എനിക്ക് ടു മൈ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദാറ്റ് industries or many organizations need people to follow what they're told. True. Okay. അപ്പൊ അങ്ങനെ വരുമ്പോൾ തിരിച്ച് ചോദ്യം ചോദിക്കുന്ന ജനതയെ നയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ജനതയെ വേണമെങ്കിൽ എന്ത് വേണം? തിരിച്ച് ചോദിക്കാതെ പറയുന്നത് കേൾക്കുന്ന, സ്വയം ചിന്തിക്കാത്ത ഒരു ജനതയെ വേണം. അതാണ് ഈ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ നിന്നും കമ്പൾസീവായിട്ട് ചിന്തിക്കുന്ന കുറച്ച് പേര് രക്ഷപ്പെട്ടു പോകും. അവർ സിസ്റ്റം ബിൽഡ് ചെയ്യും. They will go outside the system, do what they want. Yes. They will rule the system later. Exactly. അപ്പൊ അതാണ് നിങ്ങൾ ഈ കാണുന്ന കുറച്ച് ആൾക്കാർ. ഓക്കെ, സ്കൂൾ ഫെയിലിയേഴ്സ്,
കോളേജ് ഫെയിലിയേഴ്സ്, ഡ്രോപ്പ് ഔട്ട്സ്, ഇവരൊക്കെ പുറത്ത് പോയിട്ട് ചെയ്യാൻ കാരണം അത് ഫെയിലിയർ ആവാൻ കാരണം വെച്ചാൽ അവർക്ക് മടുപ്പ്, അവർക്ക് പറ്റാതായി. അവരെ ഇങ്ങനെ കെട്ടിയിടുന്ന, കാരാഗ്രഹത്തിൽ ഇടുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാതെയാണ് ആ സിസ്റ്റത്തിൽ നിന്ന് ചാടി പുറത്ത് പോകുന്നത്. മറ്റവൻ ചിന്തിക്കാത്ത ഒരുപാട് സാധനം ഇവൻ ചിന്തിക്കും. ഇത് എങ്ങനെ നടപ്പിലാക്കാന്നുള്ളത് ഇവന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റവൻ ചിന്തിക്കും. അങ്ങനെ വരുമ്പോ എന്തായി? യു ഹാവ് സംതിങ് ദാറ്റ് യു നെവർ തോട്ട്. It means more you are showing up in the marks or to the system, you tend to become a slave of the system later. എക്സാക്ട്ലി. ഇതാണ് അതിന്റെ ഒരു ചുരുക്കത്തിൽ പറഞ്ഞതാണ്. ഏറ്റവും നല്ലോണം പറഞ്ഞത് കേട്ട് മാത്രം ചെയ്യുന്ന ഒരാൾക്ക് പറഞ്ഞാൽ കേൾക്കാനായിരിക്കും ടെൻഡൻസി. അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോലും പലർക്കും പറ്റില്ല. പിന്നെ വേണ്ട ചോദിക്കാൻ. ഈ തിരിച്ചു ചോദിക്കുന്നത് വലിയ പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ തിരിച്ച് കൃത്യമായ ചോദ്യം ചോദിക്കുമ്പോൾ ഈ പറയുന്ന ആൾക്ക് അതിന് കൃത്യമായ മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ there is a problem. അപ്പോൾ ഈ പറയുന്ന ആളുടെ വില അവിടെ പോകും. തിരിച്ചു ചോദിക്കാൻ പാടില്ല. ആരുണ്ടോ? കാരണം ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞേക്കണത് എന്താ വെച്ചാൽ nobody is God. You have to listen to what people say. ഞാനൊരു കാര്യം ഒരു രീതിക്ക് പറയും, നിങ്ങളുടെ അമ്മ വേറെ രീതിക്ക് പറയും, എൻ്റെ അച്ഛൻ വേറെ രീതിക്ക് പറയും, നിങ്ങളുടെ ഗുരു വേറെ രീതിക്ക് പറയും, നിങ്ങളുടെ കൂട്ടുകാർ വേറെ രീതിക്ക് പറയും. ഇതെല്ലാം കേട്ട് ഇതിൽ നിനക്ക് ആ അവസരത്തിൽ ഏതാണോ ആപ്റ്റ് എന്നുള്ളത് നീയാണ് ചിന്തിക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി യുവർ ജഡ്ജ്മെന്റ്. അപ്പോഴേ നിനക്ക് നിന്റെ ജീവിതം സ്വയം ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇതിന് അതാണ് ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ തുടക്കത്തിൽ മണ്ണുമായിട്ടും നേച്ചറായിട്ടും കായികനികളായിട്ടും എല്ലാമായിട്ടുള്ള ബന്ധം വരുമ്പോഴേ ലൈഫ് സ്കില്ല് തുടക്കം വരുള്ളൂ. ലൈഫ് സ്കിൽ ഡസൻ ഹാപ്പൻ ഇൻ എ ഡേ. ഓക്കെ. അപ്പൊ ചെറുപ്പം മുതൽ നമ്മൾ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഗാന്ധി ജയന്തിക്ക് മാത്രമല്ല പറമ്പ് വൃത്തിയാക്കേണ്ടത്. അത് ഒരു ഹാബിറ്റ്, ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റണം. അതേപോലെ എങ്ങനെ ബാക്കി സ്റ്റുഡൻസുമായിട്ടും ബാക്കി ആൾക്കാരുമായിട്ടും എങ്ങനെ മിങ്കിൾ ചെയ്ത് സോഷ്യലി എങ്ങനെ ചെയ്യാം. ഇതിൽ കുറച്ച് പേരെ ലീഡേഴ്സ് ഉണ്ടാവുള്ളൂ, വളരെ കുറച്ച് പേര്. അത് അവർക്ക് ഇന്നേറ്റ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ദേ വിൽ ബി നാച്ചുറൽ ലീഡേഴ്സ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ കയ്യൂക്ക് കാണിച്ചിട്ടായിരിക്കരുത് ലീഡർഷിപ്പ്. അത് പല ഘട്ടത്തിലും അത് ആപത്തിലേക്ക് നയിക്കും. ബുദ്ധി ഉപയോഗിച്ച് ലീഡർഷിപ്പ് ഉള്ള ആൾക്കാരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു കോൺഫ്രണ്ടേഷൻ അവിടെ അവോയ്ഡ് ചെയ്യാം. ഈ ശക്തി ഉപയോഗിച്ച് ലീഡ് ചെയ്യാൻ കൺഫ്രണ്ട് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. അത് ചില സമയത്ത് വലിയ അബദ്ധമാവും. അപ്പോൾ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫൈറ്റിംഗ്. ഇറ്റ് ഈസ് അബൌട്ട് യൂസിങ് യുവർ ബ്രെയിൻസ് ടു അച്ചീവ് എ കോമൺ ഗോൾ. അതേപോലെ വാട്ട് ആർ യുവർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ഇത് പഠിക്കണം. കാരണം എന്ന് വെച്ചാൽ വൈ വി ഹാവ് സർട്ടൻ പ്രോബ്ലംസ് ഇൻ വെൻ ഇറ്റ് കംസ് ടു യൂണിയൻസ്. ദേ ടോക്ക് ഓൺലി അബൌട്ട് റൈറ്റ്സ്, നോട്ട് റെസ്പോൺസിബിലിറ്റീസ്. മനസ്സിലായി? നമുക്കിന്ന അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിന്ന ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞ ശേഷം പറയാം അവകാശമുണ്ടെന്ന്. അതല്ലാതെ അവകാശങ്ങൾ മാത്രം പഠിപ്പിച്ച് ജയ് വിളിച്ചാൽ ഉത്തരവാദിത്തങ്ങൾ എല്ലാം മറന്നു പോകും. നിങ്ങൾ നോക്കിക്കോ, അത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം അവകാശങ്ങൾ പറഞ്ഞ് ആളുകളെ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്തിരിപ്പിച്ചാൽ മര്യാദക്ക് ഓടൂല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. അതേപോലെ വാട്ട് ഈസ് യുവർ കൺട്രീസ് ലീഗൽ സിസ്റ്റം, മിനിമം ലീഗാലിറ്റീസ്, മിനിമം റോഡ് മാനേഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇംബൈബ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ദേ വിൽ ബിക്കം എ ബെറ്റർ സിറ്റിസൺ, എ ബെറ്റർ ഹ്യൂമൻ ബീയിങ്. അതല്ലേ ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് യു ഹാവ് ടു ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ബീയിങ് എന്നുള്ളതാണ്. കാറും കൊണ്ട് റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് വാർ. ഓക്കെ. നിങ്ങൾ സ്ഥലമുണ്ട് ഒരാളെ ഓവർടേക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാളങ്ങ് സ്പീഡ് കൂട്ടും. നിങ്ങൾ അയാളെ ഓവർടേക്ക് ചെയ്യണത് വരെ പുള്ളി സ്പീഡ് കൂട്ടും. നിങ്ങൾ എപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോകുന്ന പുള്ളി പിന്നെ സ്ലോ ആയി. അവൻ ജയിച്ച്, ഞാൻ തോറ്റ്. ഈ കാഴ്ചപ്പാടൊക്കെ ഈ പറഞ്ഞ സോഷ്യൽ എഡ്യൂക്കേഷൻ്റെ കുറവാണ് കാണിക്കുന്നത്. റോഡ് റേജൊക്കെ ഉണ്ടാവാൻ ഉള്ള മെയിൻ റീസൺ അതാണ്. രണ്ട് വണ്ടി, നമ്മൾ ഒരു വഴിക്ക് പോകുന്നു, എതിരെ ഒരു വണ്ടി വരുന്നു, രണ്ടും കൂടി കടന്നു പോകാനുള്ളത് എൻ്റെ 10 മീറ്റർ അപ്പുറത്താണ്. അത് കഴിഞ്ഞാൽ രണ്ടും കൂടി ഇങ്ങനെ വന്ന് നിൽക്കുള്ളൂ. സാധാരണ നമ്മുടെ ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഒരുമിച്ച് എത്തുന്നത് വരെ വണ്ടി ഓടിക്കും, എന്നിട്ട് രണ്ടുപേരും കടന്നു പോകാതെ നിൽക്കും. ഞാൻ ഇവിടെ ചവിട്ടി നിർത്തിയാൽ രണ്ട് വണ്ടിയും പോകും, രണ്ടുപേർക്കും സുഖമായിട്ട് പോവാം. ഇത് ചിന്തിക്കാനുള്ള സെൻസ് ഇല്ല. ഇതെല്ലാം ചേർന്ന സാധനമാണ് നമ്മൾ എന്ത് പറയുന്നത്,
എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. അതെ, ശരിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഓരോ മനുഷ്യനും നോട്ട് ജസ്റ്റ് അബൌട്ട് ദിസ്, ലൈക്ക് അവർ ഇൻടേക്ക് ആണല്ലോ ഔട്ട്പുട്ട്, ഇൻപുട്ടാണല്ലോ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ ഇന്ന് അവർ ഡിജിറ്റലി കാണുന്ന ഇൻപുട്സ്, ഓൾ കൈൻഡ് ഓഫ് ന്യൂസ്, വീഡിയോസ്, ഓൾ ദി സീരീസ് ദേ വാച്ച്, മൂവീസ്. ഇപ്പോൾ ഒരു മൂവീസും ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കാണിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല മൂവീസൊക്കെ വരുന്നത് തന്നെ. പിന്നെ അവർ കേൾക്കുന്നതും അവർ കഴിക്കുന്നതും ഇതൊക്കെ അവർ ഫോമായി കൊണ്ടിരിക്കുന്ന, ഈവൻ എവറി ഹ്യൂമൻ ബീങ് ഈസ് ബിക്കമിങ് ആൻഷ്യസ്. അവർ എന്താ പറയുന്ന ഒരു സെൽഫ് കൺട്രോൾ ഓരോരുത്തരുടെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. വി കൻ ഈസിലി ട്രിഗർ പീപ്പിൾ നൗ. പോകുന്നവനെ വെറുതെ അവനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ 2 വാക്കുകൊണ്ട് അവനെ ട്രിഗർ ചെയ്യിപ്പിക്കാൻ പറ്റും. അത് ഷൂട്ട് ചെയ്ത് വല്ലവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവിടെ തന്നെ തീർക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ യൂസ് ചെയ്യേണ്ടവർ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോസസ്സ്. പക്ഷേ നമ്മൾ അറിയുന്നില്ല നമ്മുടെ സെൽഫ് കൺട്രോൾ, എബിലിറ്റി ടു തിങ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് തിങ്സ്, to take wise decisions, or to stay inactive, അല്ലെങ്കിൽ not to react to something. ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസ് ആണെന്ന് പല ആൾക്കാരും മറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. They are moving out of this game actually. See, this actually it refers to something I said about basic education. അതായത് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയാം. Children cannot let their brain rest for some time, 5 minutes. Not even 1 minute. I tried. That is because their brain has been continuously excited with this, that, they cannot stop. It's like an addiction to alcohol. അങ്ങനത്തെ സാധനം പോലെ ഒരു അഡിക്ഷൻ ആണ്. കാരണം ഒരു ബ്രെയിനിന് ഒന്ന് എക്സൈറ്റ്മെന്റ് ഇല്ലാതെ കുറച്ച് നേരം ഇരുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇപ്പൊ പിള്ളേര് എത്തി. ഓക്കെ, യങ്ങർ ജനറേഷൻ എല്ലാം ആ അവസ്ഥയിലാണ്. Now you have a problem. You cannot calm down. Unless you calm down, you cannot look at yourself. Yes. You always keep looking at outside world. Now the outside world എന്ന് പറയുന്നത് കണ്ട് എന്ത് കാണിച്ചാലും അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. If you have to look inward, you have to start with the old techniques of meditation and yoga. ഇത് ആക്ച്വലി ഒരു കുട്ടി ചെറുപ്പം മുതലേ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രായം എത്തുമ്പോഴത്തേക്കും ഈ പറയുന്ന എക്സൈറ്റ്മെന്റിന്റെ പുറകെയുള്ള ഭ്രാന്തമായ ഓട്ടത്തിൽ നിന്നൊരു മുക്തി കിട്ടിയിട്ട് ഒന്നിരുന്ന് ചിന്തിക്കാനുള്ള ഒരു അവസ്ഥ കിട്ടും. ഈ അവസ്ഥയിൽ നിന്നാണ് ഓൾ ട്രാൻസെൻഡിങ് ഹാപ്പൻസ് ആഫ്റ്റർ എ ലോങ് ടൈം. നമ്മൾ ഈ യോഗികളിൽ പലതും പറയുന്നത് നമുക്ക് ഇന്ന് ഫിസിക്കൽ വേൾഡിൽ പ്രാക്ടിക്കലായിട്ട് ജീവിക്കുന്നവർക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വി ഹാവ് നോട്ട് സീൻ ഇറ്റ്, വി ഹാവ് നോട്ട് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് എന്നുള്ള അവസ്ഥയുണ്ട്. അതായത് സിമ്പിൾ എക്സാമ്പിൾ ആണ് ഈ മഴപ്പാറ്റ എന്ന് പറയുന്ന സാധനം. ഇറ്റ് ഹാസ് എ ലൈഫ് സ്പാൻ ഓഫ് 1 or 2 hours അല്ലേ? ഒരു മഴപ്പാറ്റ എടുത്ത് പറയുകയാണിത് മനുഷ്യൻ 100 കൊല്ലം ജീവിക്കും. 100 കൊല്ലമായി ഇവിടെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു പകല് പോലും ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു രാത്രി പോലും ജീവിക്കാൻ പറ്റാത്തൊരു ജീവൻ എടുത്താണ് നമ്മൾ എന്നിട്ട് പറയണത് മനുഷ്യൻ 100 കൊല്ലം ജീവിക്കുമെന്ന്. സോ ടു ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ്, ലീവ് അലോൺ 100 years, a day is a very long time, unthinkable, unconceivable. ശരിയല്ലേ? അപ്പോ ഒരു മനുഷ്യന് ഫിസിക്കൽ ബൗണ്ടറീസ് ട്രാൻസെൻഡ് ചെയ്ത് പോകാൻ പറ്റും എന്ന് ലോജിക്കലായിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരാളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ മഹർഷിമാരെന്ന് പറയുന്നത് ഈ ധ്യാനത്തിലൂടെ മെഡിറ്റേഷനിലൂടെ പലതും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇത് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയും. സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഉപയോഗത്തിൽ ഉള്ള ആസ്ട്രോളജി ഏകദേശം 5000 കൊല്ലത്തോളം പഴക്കമുണ്ട്. അതിന്റെ മുന്നിലുള്ള വേറെ കുറെ സാധനങ്ങൾ അതൊക്കെ വിട്ടേക്ക്, നമുക്ക് 5000 കൊല്ലം എടുക്കാം, വിച്ച് ഇസ് എ റീസണബിൾ ടൈം. ഭൂമി പരന്നതാണ് എന്നാണ് കഴിഞ്ഞ നൂറ്റാണ്ട് വരെ വെസ്റ്റേൺ വേൾഡ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ള ഒരു ബോധോദയം വെസ്റ്റേൺ വേൾഡിൽ ഉണ്ടാവുന്നത്. 5000 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആസ്ട്രോളജിയിൽ സൂര്യൻ, വ്യാഴം, ചൊവ്വ, ഭൂമി, ചന്ദ്രൻ, കുന്നം, കുളച്ചക്രം എല്ലാ ഗ്രഹങ്ങളും വട്ടത്തിൽ തന്നെ ഗോളമായിട്ട് തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. ഭ്രമണപഥവും വരച്ച് വെച്ചിട്ടുണ്ട്. ഈ പദത്തെ 360 ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങളൊരു സമയം പറഞ്ഞാൽ കൃത്യമായിട്ട് ഇത് ഓരോന്നും എവിടെയാണ് നിൽക്കണമെന്ന് ഇന്നും പറയാൻ പറ്റുന്ന ശാസ്ത്രം 5000 കൊല്ലം മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്ന്
മരത്തിന്റെ അടിയിൽ കാട്ടിലിരുന്ന് ടെലസ്കോപ്പ് പോയിട്ട് ഇങ്ങനെ നോക്കാൻ കുപ്പിച്ചില്ല് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇത് എഴുതി വെച്ചിരുന്നത്. അതിനൊരു എക്സ്പ്ലനേഷൻ പറയാമോ? ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ആസ്ട്രോളജി ഉണ്ടല്ലോ. ഈ പറഞ്ഞ ജാതകം എഴുതണമെങ്കിൽ ഈ സാധനമൊക്കെ തന്നെയാണല്ലോ. സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹസ്ഥാനം പറഞ്ഞു തരും. സൂര്യൻ, രവി അടക്കമുള്ള കംപ്ലീറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനം ഈ സമയത്ത് എവിടെയായിരുന്നു, അതനുസരിച്ച് ഈ ഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ എങ്ങോട്ടൊക്കെ മാറും, അതിനെ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതാണല്ലോ ജാതകം എന്ന് പറഞ്ഞ സാധനം. എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കേണ്ട പോലെ ഉണ്ടാക്കണം. അല്ലാതെ ജാതകം കണ്ടിട്ട് എല്ലാം പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. എന്റെ കയ്യിൽ സ്റ്റെതസ്കോപ്പ് വന്നിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാം. ഹൗ ടു മേക്ക് ഔട്ട് ഓഫ് ഇറ്റ്, വാട്ട് ടു മേക്ക് ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ള ബുദ്ധി, അതിനുള്ള നോളജ് എനിക്കുണ്ടെങ്കിൽ ഇതെന്താ പ്രശ്നമെന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പൊ ജാതകം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ദാറ്റ് സയൻസ് ടു ദാറ്റ് ലെവൽ. ഏത് നമുക്ക് ഹബിൾ ടെലസ്കോപ്പ് ഒന്ന് നോക്കണം ഇതൊക്കെ കാണണമെങ്കിൽ അത്രയും സാധനം കൃത്യമായ കണക്കടക്കം ഗോളമായിട്ട് വരച്ച് വൃത്തത്തിനെ ഡിവൈഡ് ചെയ്ത് പൊസിഷൻ കൃത്യമായിട്ട് പറയാൻ 5000 കൊല്ലം മുമ്പ് ഒരു മനുഷ്യന് പറ്റണമെങ്കിൽ അതെങ്ങനെയായിരിക്കും? എക്സാക്ട്ലി, ദാറ്റ് ഈസ് ബിയോണ്ട് ലോജിക്കൽ ഫിസിക്കൽ തിങ്കിങ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് മനസ്സിലാവും? അപ്പൊ ഇങ്ങനെയുള്ള ബിയോണ്ട് ഫിസിക്കൽ സാധനങ്ങൾ ഉണ്ട്. നമ്മൾക്ക് സാധാരണ ഒരു മനുഷ്യനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബേസിക് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ തന്നെ ജീവിതത്തെ കുറെ മാറ്റാൻ പറ്റും. But thing is, you talking about that has taken you through a very bad time in your life. No, എൻ്റെ സത്യം പറയാം, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എക്സ്ട്രീംലി ബാഡ് ടൈംസ് ഒന്നും ഉണ്ടായിട്ടില്ല. There has been challenges in my work area. I have failed multiple times in terms of certain aspects, but that never stopped me from finding solutions to those failures. Now what we should teach in school and in younger generation is how to overcome failures, not how to avoid failures every time. You are bound to fail, yes. But you should take failures gracefully, Yes. And treat them as an opportunity to learn how to overcome it. Yes. എൻ്റെ തന്നെ അനുഭവത്തിൽ ഒരു പ്രാവശ്യം നെയ്വിയുടെ ഏറ്റവും വലിയ ഓപ്പൺ എയർ പരിപാടി എന്ന് പറയുന്നത് ഡർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഓണം പരിപാടി അവരുടെ ഫുൾ ബ്രാസ് ബാൻഡ് വെച്ച് നടത്തുന്നതാണ്. പരിപാടിയുടെ തൊട്ട് മുന്നേ മിക്സർ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മിക്സർ ആയിരുന്നു. ഇറ്റ് പ്രൊഡ്യൂസ്ഡ് വൈറ്റ് നോയ്സ് അറ്റ് ഫുൾ ലെവൽ. എല്ലാ തൂക്കിയിട്ടിരുന്ന സാധനത്തിന്റെ ട്വിറ്റർ അങ്ങോട്ട് അടിച്ചു പോയി. നല്ല രസമാണ്. I failed miserably, അല്ലേ? It was not my fault. It was a world-renowned company's mixer, but it had a problem. And it destroyed my PA system. അത് വെച്ചിട്ട് പരിപാടി നടത്തേണ്ടി വന്നു. കുറച്ച് ഉടായ്പൊക്കെ കാണിച്ച് പരിപാടി രക്ഷപ്പെട്ടു എന്ന് പറയാം. അത്രയേ ഉള്ളൂ. പരിപാടി നടത്തി. പക്ഷെ നമ്മൾ അതിൽ മാനസികമായിട്ട് വിഷമം ഉണ്ടാവും. പക്ഷെ ദാറ്റ് വിഷമം ഷുഡ് നോട്ട് റൂൾ യു. അത് നമ്മളെ കൺസ്യൂം ചെയ്യരുത്. അതിനെ അവിടെ നിർത്തി അങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ വന്നിരുന്നിട്ട് നമ്മൾ സാധനം മാറ്റി വരച്ചിട്ട് ഇങ്ങനെ ഉണ്ടായാൽ അത് അങ്ങനെ അടിച്ചു പോകാതിരിക്കാൻ എന്താണോ ഉണ്ടാവേണ്ടത് അത് സാധനം നമ്മൾ ഡിസൈൻ ചെയ്ത് അടുത്ത സ്പീക്കറിൽ കയറ്റുന്നു. So you learn something new. Yes. You take one step ahead. Yes. You better yourself for a better tomorrow. Yes. ഇത് ആണ് യങ്ങർ ജനറേഷനിൽ വരേണ്ടത്. അല്ലാണ്ട് തോറ്റാൽ അവനെ അങ്ങ് തല്ലിക്കൊല്ലലല്ല. മനസ്സിലായോ? അപ്പോ തോറ്റു എന്ന് പറയുന്നത്, പരീക്ഷയിൽ തോറ്റു എന്ന് പറയുന്നത് ഈസ് നോട്ട് ആൻ എൻഡ് ഓഫ് എനിത്തിങ്. The life is yet to start. Yes. കാരണം എന്ന് വെച്ചാൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഞാൻ പറയാം, നിങ്ങൾ എന്ത് പരീക്ഷ എഴുതിയാലും എങ്ങനെ എഴുതിയാലും അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുടെ കാലിബറാണ് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക്. അവന്റെ മൂഡും. അൺലെസ് ഇറ്റ് ഇസ് എ യെസ് ഓർ നോ. എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഡിസൈൻ ചെയ്തിരുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരുന്ന അന്നത്തെ കാലത്ത് കേരളത്തിൽ റോക്ക് വായിച്ചിരുന്ന ഒരുപാട് പേര് ഞാനുണ്ടാക്കിയ ഡിസ്ട്രോഷൻ യൂണിറ്റ് വെച്ചിട്ടാണ് ഗിറ്റാർ മറ്റേ റോക്ക് വായിക്കാറ്. ഞാൻ ബേസിക് ഇലക്ട്രോണിക്സിൽ തോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതിയത് മനസ്സിലാവാണ്ടായിരിക്കണം. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെക്കൻഡ് ഇയറിൽ 98% മാർക്ക് കേട്ടുകേൾവിയില്ല. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ എഴുതിയത് മനസ്സിലായി. അതുകൊണ്ടാണ്. ഇത് രണ്ടും മാർക്കിട്ടാളുടെ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. ഞാൻ തന്നെയല്ലേ. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ഇതൊന്നും ഓർത്ത് ഒരാൾ സ്വന്തം ജീവിതം പാഴായിപ്പോയെന്ന് വിചാരിക്കരുത്. അതല്ല ജീവിതം. You have to find out yourself. Though the system presently is stopping you from finding out what you are, you can. ഒരിക്കലും ഒരു അക്കാഡമിക് ഫെയിലിയർ നിങ്ങളെ എന്തിലെങ്കിലും പിന്തിരിപ്പിച്ചാൽ അത് ബുദ്ധിശൂന്യതയാണ്.
academic failure has nothing to do with what or who you will become. Practically nothing. Unless you don't want to use your brain for the rest of your life and do a certain job somebody asked you to do and live a life without bothering about, living expenses which comes as your salary. അക്കാഡമിക്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്ക് പറഞ്ഞിട്ടുള്ള ഇതാണ്, ജോലി എടുക്കുക, ആരെങ്കിലും കീഴിൽ പറയണത് ചെയ്യുക, കാശ് സാലറി വാങ്ങിക്കുക, വീട്ടിൽ പോവുക, ഐ ആം എ ഹാപ്പി മാൻ. അതെ. പക്ഷെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട ഓർഗനൈസേഷൻസിലൊക്കെ ഈ സംബഡി ബ്രൈറ്റ് കംസ് ഇൻ, സംബഡി അറ്റ് എ സീനിയർ പോസ്റ്റ് വിൽ മേക്ക് ഷുവർ ദാറ്റ് ബ്രൈറ്റ്നസ് സ്റ്റേസ് വിതിൻ. അടിച്ചമർത്തും. സംശയമൊന്നും വേണ്ട. ബിക്കോസ് ഹി ഈസ് ദ ബോസ്, നോട്ട് ദി ആക്ച്വൽ ബോസ്. ദി ആക്ച്വൽ ബോസ് മേ വാണ്ട് ടു മീറ്റ് ദിസ് ഗൈ, ബട്ട് ഹി വിൽ നെവർ ഗെറ്റ് ടു സീ ദിസ് ഗൈ. സപ്രസ് ചെയ്ത് വെക്കും. വൈ? ബിക്കോസ് അവന്റെ ഒരു മിഡ് ലെവലിലുള്ള ആളെ സംബന്ധിച്ചോളം ഹി ഈസ് ദ ബോസ് ആൻഡ് ദിസ് ഗൈ ഈസ് ഡേഞ്ചറസ് ടു ഹിസ് റെപ്യൂട്ടേഷൻ. അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ സോഷ്യൽ ട്രെയിനിങ്ങിൽ നിന്ന് മാറ്റാം. ശരിയല്ലേ? ചെറുപ്പം മുതലേ ഇങ്ങനെ കാണാൻ പഠിപ്പിച്ചാൽ, അതായത് കോമ്പറ്റീഷനാണ് എന്ന് പറയുന്നതിന് പകരം സീ ഹൗ യു ക്യാൻ കൊളാബറേറ്റ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുമോ? ഒരു പരിധി വരെ മാറ്റം വരില്ലേ? മുഴുവനും മാറില്ല. കാരണം ഏത് സൊസൈറ്റിയിലും എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. ഓക്കെ. പക്ഷെ ഒരു ജനറൽ കാഴ്ചപ്പാട്, നിങ്ങൾ ജപ്പാൻ എടുത്ത് നോക്കിയേ, ജനറൽ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം. ചിൽഡ്രൻ ക്ലീൻ their toilets, so they know how it is like to clean. So when they go into a 5-star hotel and they will not misbehave with the cleaning staff. They have that respect. Exactly. നമുക്ക് റെസ്പെക്ട് ഇല്ലാത്ത എന്തുകൊണ്ടാ? We are boss. നമ്മള് സംഭവമാണല്ല അവൻ. ഇത് എഡ്യൂക്കേഷൻ ഹാസ് ടു സ്റ്റാർട്ട് വിത്ത് ലൈഫ്, സോഷ്യൽ, then academic. If it is required. Okay. Even if it is not there, that's not the end of the story. No, that is not going to affect your life. Yes. It may affect a profession. Yes. If you want to take up CA as a depending on academics ആണ് നിങ്ങളുടെ പ്രൊഫഷൻ എങ്കിൽ it may affect. Exactly. Otherwise basic education is required, but anything else is if you require. അല്ലേ? ഇതാണ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് ചുരുക്കി പറയാൻ എനിക്ക്. താങ്ക് യു ഗോപി ചേട്ടാ. ഇൻഫാക്ട് ഇത് മുഴുവൻ കണ്ടിരിക്കാനും പറ്റുന്നവർക്ക് ഒരുപാട് പ്രതീക്ഷയാണ് അവരുടെ ജീവിതത്തിൽ, അവരുടെ കുട്ടികളുടെ ജീവിതത്തിൽ. ബിക്കോസ് ഇന്ന് സൊസൈറ്റി ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് റിയൽ ലൈഫ് ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് എന്തായാലും ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് വാസ് TJ Gopinath with us. We had a very fruitful discussion on academics, life skills, social skills. ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് പറയാം, ഗോ ബാക്ക് ടു നേച്ചർ, ഗോ ബാക്ക് ടു ബേസിക്സ്. ലൈഫ് കിടക്കുന്നത്, റിയൽ ലൈഫ് കിടക്കുന്നത് ഈ റാറ്റ് റേസിലല്ല. ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. യു ക്യാൻ ലിവ് എ വെരി പീസ്ഫുൾ, സക്സസ്ഫുൾ, പ്രോസ്പെറസ് ആൻഡ് വെരി